Praise the Lord. വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. जल्दी से जल्दी आने वाला प्रभु यीशु मसीह के नाम से सभी पवित्र जनों को प्रेम का वंदना। കർത്താവിന്റെ വലിയ കൃപയാൽ നമുക്ക് ഒരു ദിവസം കൂടി ദാനമായി ലഭിച്ചു. प्रभु का बड़ा दया से हमको और एक दिन दान स्वरूप मिला है। ആ ദിവസവും കർത്താവിനോട് കൂടെ ചെലവഴിപ്പാനായിട്ട് നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ये दिन भी हमें प्रभु की उपस्थिति में समर्पण करने के लिए अपने आप को हम समर्पण करें, നാം കർത്താവിനായി ജീവിക്കുവാൻ വേണ്ടിയുള്ള ദിവസമാണ്. क्योंकि आज का दिन भी हमें प्रभु के लिए जीने का ये दिन है। നമ്മുടെ ഓരോ ദിവസവും നമ്മൾ ആർക്കായി ജീവിക്കുന്നു? हम लोग एक एक दिन किसके लिए जी रहे हैं? നമ്മൾ ഇന്ന് കർത്താവിനുള്ളവരാണ്, ആ കർത്താവിന് വേണ്ടി തന്നെ ജീവിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. तो आज का हम लोग तो प्रभु के लिए है, प्रभु की ओर के है, इसलिए एक एक दिन हम जीते समय में प्रभु के लिए जीना है ना। പ്രൈസ് ദി ലോർഡ്. आमेन। എത്ര അനുഗ്രഹിക്കപ്പെട്ട ജീവിതമാണ് ഒരു ക്രിസ്തീയ ജീവിതം. कितना आशीषमय से भरा हुआ जीवन है एक विश्वासी का, एक मसीही जीवन। കർത്താവ് നമ്മളെ തനിക്കായി വിളിച്ച് വേർതിരിച്ചു എന്നുള്ളത് തന്നെ നമ്മൾ ആ അറിവ് തന്നെ എത്ര സന്തോഷമേറുന്നതാണ്. प्रभु ने हमको हम अब उनके लिए खास बुलाकर अलग करके रखा है, ये बात जानना ही कितना आनंदमय बात है। അപ്പോൾ നമുക്ക് എങ്ങനെ ആ കർത്താവിനെ സ്നേഹിക്കാതിരിക്കാൻ കഴിയും? तो ऐसा है तो फिर कैसा बिना प्रेम करे हम जी सकते हैं? ഇത്ര നല്ല സ്നേഹവാനായ പിതാവ്, क्योंकि इतना प्रेम करने वाला पिता, ആ വലിയ നല്ല സ്നേഹവാനായ പിതാവിനോട് നമുക്ക് എത്രമാത്രം സ്നേഹം വേണം. इतना बड़ा प्रेम करने वाला पिता की ओर हम कितना उनसे प्रेम करना चाहिए। ഞാൻ ആ സ്നേഹത്തെക്കുറിച്ച് തന്നെ വീണ്ടും ഇന്ന് സംസാരിക്കുമ്പോൾ ആദ്യമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ദാവീദ് ദൈവത്തോട് പറഞ്ഞ ഒരു ശബ്ദത്തോടു കൂടിയാണ്. आज भी मैं उस प्रेम के विषय में मैं बोलना चाहता हूँ, और किस तरह दाऊद ने परमेश्वर ने एक प्रेम का एक शब्द कहा करके वो पढ़ाना चाहता हूँ। ദൈവത്തോട് ദാവീദ് പറഞ്ഞ ഒരു ശബ്ദത്തോടു കൂടി ആരംഭിക്കുക. हाँ, यानी कि परमेश्वर की ओर दाऊद ने एक बात कहा, उससे पढ़कर हम शुरुआत करते हैं। എന്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. संकीर्तन 18:1. हाँ, भजन संगीता 18 का 1 में हम पढ़ते हैं। साम्स 18:1 में हम पढ़ते हैं। भजन संगीता 18 का पहला वाक्य में हम देखते हैं, पढ़े। हे परमेश्वर, हे मेरे बल, मैं तुझसे प्रेम करता हूँ। हाँ, അപ്പോൾ എന്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. हे मेरे परमेश्वर, हे मेरे बल, मैं तुमसे प्रेम करता हूँ। അപ്പോൾ നമുക്ക് ദാവീദ് പറയുന്നത് എൻ്റെ ബലം എൻ്റെ ദൈവമാണ്, അതുകൊണ്ട് ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. तो दाऊद कहता है कि मेरा बल जो मेरा परमेश्वर है, मैं आपसे प्रेम करता हूँ। അപ്പോൾ നമ്മുടെ ബലം എന്ന് ആരാണ്? तो आज हमारा बल कौन है? നമുക്ക് ദൈവം എൻ്റെ ബലമാണെന്ന് പറയാൻ നമുക്ക് കഴിയുമോ? तो क्या परमेश्वर हमारा बल है करके इस तरीके से हम बोल सकते हैं क्या? ഇത് പലർക്കും അവരുടെ ബലം എന്ന് പറഞ്ഞാൽ അവരുടെ ധനമാണ്, आज बहुत लोगों का बल बोला तो उनका धन होता है, അവരുടെ ശാരീരിക ആരോഗ്യമായിരിക്കാം, उनका शारीरिक तंदुरुस्ती का अवस्था है, ചിലർക്ക് അവരുടെ ജോലിയായിരിക്കാം, कुछ लोगों को उनका काम रहता है, ചിലർക്ക് അവരുടെ ബന്ധുക്കളായിരിക്കാം. कुछ लोगों को उनका रिश्तेदार रहते हैं। എന്നാൽ നമുക്ക് ധൈര്യമായിട്ട് എൻ്റെ ബലം എൻ്റെ ദൈവമാണെന്ന് പറയാൻ കഴിയുമോ? लेकिन हमें क्या हम बोल सकते हैं क्या मेरा बल मेरा प्रभु है करके? പൗലോസ്ലീഹ പറഞ്ഞത് ഫിലിപ്പിയർ 4:13, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു എന്ന് പറയുന്നത് കാരണം എൻ്റെ ബലം അല്ലെങ്കിൽ എന്നെ ശക്തിപ്പെടുത്തുന്നത് എൻ്റെ ദൈവമാണെന്ന്. फिलिपियों का पुस्तक 4 का 13 में पढ़ते समय में, फिलिपियंस चैप्टर 4 वर्स 13 में हम पढ़ते हैं कि पढ़ेंगे 4:13। हाँ, जो मुझे सामर्थ देता है, हाँ। उससे मैं सब कुछ कर सकता हूँ। तो मुझे सामर्थ देने वाला परमेश्वर, यानी कि पौलुस का जीवन में भी उसको उसका बल उनका परमेश्वर था। അപ്പോൾ തൻ്റെ എല്ലാ കാര്യങ്ങളിലും താൻ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ് എന്നെ ശക്തനാക്കുന്നവൻ എന്ന് പറയാനുള്ള കാരണം. तो उसके लिए पौलुस का जीवन में भी ये खास रीति से हम देख सकते हैं कि उसका सब जीवन में, उनके जीवन के सब बातों में यहोवा मेरा बल है, परमेश्वर मेरा बल, मुझे बल देने वाला प्रभु के द्वारा मैं सब करता हूँ करके ये अनुभव में वो कह पाया। പ്രിയമുള്ളവരെ, ബാക്കി ഏതെങ്കിലും ബലത്തിലാണ് നമ്മൾ ആശ്രയിക്കുന്നതെങ്കിൽ നമ്മൾ നിരാശരാകേണ്ടി വരും. दूसरा कोई भी बात पर अगर हम बल पर अगर आश्रय करते अगर रहेंगे तो हमको निराश होना पड़ेगा। അല്ലെ, ചിലർക്ക് ധനം അവരുടെ ബലമായിരുന്നു, പക്ഷെ ആ ധനം നഷ്ടപ്പെട്ട് ഇന്ന് അവര് വെറും ഇച്ഛ യാചിക്കുന്നവരെ പോലെ നടക്കുന്ന അനേകം കാണാൻ പറ്റും. कुछ लोग जिन्होंने धन पर आश्रय किया, धन मेरा बल है करके बोलकर आश्रय करने वाले लोग ऐसा देखते हैं कि कुछ समय के बाद वो इतना दरिद्र हो जाते हैं कि वो लोगों को भीख मांगना पड़ता है। അപ്പോൾ അങ്ങനെ പലരും തങ്ങളുടെ ബന്ധുക്കളെ ബലമായിട്ട് കണ്ടവര്, തന്റെ ജോലിയെ ബലമായിട്ട് കണ്ടവര്, അതൊക്കെ നഷ്ടപ്പെട്ടപ്പോൾ അവർക്ക് ഒന്നുമില്ലാതെ ഒരു വല്ലാത്ത ഒരു അവസ്ഥയിൽ ദുഃഖിതരായി निराशराई കാണാൻ കഴിയും. हम देखते हैं कि जिन लोगों ने अपना नौकरी को बल रखा, जिन्होंने अपना रिश्तेदार को बल रखा, वो सब बातें जब खो जाते हैं समय में एकदम निराश और दुखी अवस्था में वो लोग फिर चले जाते हैं। എന്നാൽ ഒരു ഭക്തന്റെ ബലം എന്നുള്ളത് ദൈവം തന്നെയായിരിക്കും. लेकिन एक भक्त का उस बल बोला तो सिर्फ यहोवा ही है। നമ്മൾ 62 സങ്കീർത്തനം 11 വാക്യത്തിൽ വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ബലം ദൈവത്തിനുള്ളതെന്ന്
ദൈവം ഒരിക്കൽ അരുളി ചെയ്തു, ഞാൻ 2 പ്രാവശ്യം കേട്ടു. ഇക്കോ हाँ उसका 62 का 11 में भजन संगीता उसका 62 का 11 में पढ़ते समय में पढ़ेंगे. हाँ परमेश्वर ने एक बार कहा है और 2 बार मैंने ये सुना है कि सामर्थ परमेश्वर का है. हाँ तो उन्होंने एक बार कहा, लेकिन मैंने 2 बार वो सुना हुआ सामर्थ्य मैंने सुना. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, നമുക്കറിയാലോ ഒക്കെ വരികയാണെങ്കിൽ ഇങ്ങനെ പല പ്രാവശ്യം കേൾക്കാൻ പറ്റും. അതുപോലെ ദൈവം 1 പ്രാവശ്യം പറഞ്ഞപ്പോൾ തന്നെ അത് 2 പ്രാവശ്യം കേൾക്കാൻ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഇങ്ങനെ അത്ര ശക്തമാണ്, അത്ര വ്യക്തമാണ്, അത് അത്ര കൃത്യമാണ്. हाँ हम एको करके बोलते समय यानी पहाड़ के ऊपर चढ़कर जोर से चिल्लाएगा तो वही आवाज बार बार सुनने को मिलता है. उसी तरह प्रभु ने एक बार बोला हुआ शब्द को मैं 2-3 बार से यहाँ पर वचन कहता है कि मैं 2 बार सुना, मतलब उतना सामर्थ्य से वो गहराई से सुनने का अनुभव में मैं प्रवेश किया हूँ. അപ്പോൾ നമുക്ക് നമ്മൾ ദൈവമായിട്ടുള്ള ബന്ധത്തിലാണ് നമ്മൾ എത്രമാത്രം ബലവാനാകുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. तो हम लोग परमेश्वर के साथ जो रिश्ता बनाए रखा है उसके हिसाब से हमें मालूम पड़ता है मेरे यहोवा मेरा बल कितना है हमें मालूम पड़ता है. നമ്മൾ 68 സങ്കീർത്തനത്തിന്റെ 28 വാക്യത്തില് ആരംഭത്തിൽ വായിക്കുന്നത് 68 का 28 में भजन संगीता 68 वर्स 28 നിന്റെ ദൈവം നിനക്ക് ബലം കൽപ്പിച്ചിരിക്കുന്നു. तेरा यहोवा तुझे बल का आज्ञा दिया है. അപ്പോൾ നിന്റെ ദൈവം നിനക്ക് ബലം കൽപ്പിച്ചിരിക്കുന്നു. उसका 28 का शुरुआत पढ़ेंगे. तेरे परमेश्वर ने आज्ञा दी है कि तुझे सामर्थ मिले. हाँ तुझे सामर्थ मिले, ये आज्ञा दिया है. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, അപ്പം ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം ദൈവം അവന് ബലമായി തീരുകയാണ്. तो जो व्यक्ति परमेश्वर पर आश्रय करके निर्भर करके जीने वाला व्यक्ति उसके लिए परमेश्वर उसका बल बन जाता है. ഇന്ന് നമ്മുടെ ബലം എവിടെയാണ്? आज हमारा बल कहाँ किस बात पर है? നാം ഏത് ശക്തിയിൽ ആശ്രയിച്ചാണ് ഓരോന്നും ചെയ്യുന്നത്? हम किस बल पर आश्रय कर कर प्रतिदिन का कार्य करते हैं? നമ്മൾ കർത്താവിനാൽ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ എല്ലാത്തിനും കർത്താവിന് നന്ദി പറയും. अगर हम प्रभु के द्वारा अगर सब काम करते हैं तो फिर सब बातों के लिए धन्यवाद हम प्रभु को देंगे. അങ്ങനെയുണ്ടെങ്കിൽ അതൊരു നല്ല ഭാഗ്യവാൻ അവസ്ഥയാണ്. अगर ऐसा रहेगा तो व्यक्ति के जीवन में विश्वासी के जीवन में एकदम भाग्यशाली अवस्था है. അങ്ങനെയുള്ള വ്യക്തികളെ കുറിച്ചാണ് 84 സങ്കീർത്തനത്തിന്റെ 5 വാക്യത്തിൽ വായിക്കുന്നത്. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, ഇങ്ങനെയുള്ള മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. हाँ जो भजन संगीता 84 का 5 में हम पढ़ते हैं 84 का 5. क्या ही धन्य है मनुष्य जो तुझसे शक्ति पाता है और वे जिसको सियोन की सड़क की सुधि रहती है. അപ്പോൾ ഇവിടെ നമ്മൾ വായിച്ചത് ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാനെന്ന്. तो यहाँ पर हम पढ़ते हैं धन्य है वो व्यक्ति जो यहोवा या परमेश्वर पर बल आश्रय रखता है. അപ്പോൾ ദൈവത്തിൽ നമ്മൾ എല്ലാ കാര്യങ്ങളിലും ദൈവമാണ് എൻ്റെ ബലം, ദൈവമാണ് എന്നെ ശക്തിപ്പെടുത്തുന്നത് എന്നുള്ള ഉറപ്പോടെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ അവനൊരു ഭാഗ്യവാനാണ്, അവനൊരു സന്തോഷവാനാണെന്നാണ് തിരുവചനം ഇവിടെ നമ്മളോട് പറയുന്നത്. प्रभु का वचन ये हमें कहता है कि अगर जिस व्यक्ति ने प्रभु को ही अपना आश्रय बना दिया और उसका बल अगर प्रभु है परमेश्वर है ऐसा व्यक्ति धन्य है करके हम पढ़ते हैं. നമ്മൾ 105ന്റെ 4 വായിക്കുമ്പോൾ 105 का 4 में हम पढ़ते हैं Psalms 105 verse 4. യഹോവയെയും അവന്റെ ബലത്തെയും തിരയുവാൻ, അത് അന്വേഷിച്ചുകൊണ്ടിരിക്കാൻ പറയുന്നുണ്ട്. 105 का 5 पढ़ेंगे. यहोवा और उसके सामर्थ नहीं को सॉरी उसका 4 पढ़ना, 4 में लिखा 4. यहोवा और उसके सामर्थ को खोजो. हाँ यहोवा और उसके सामर्थ को खोजो. അപ്പോൾ നമ്മുടെ ഒരു ഭക്തന്റെ കർത്തവ്യം യഹോവയെ അവന്റെ ബലത്തെയും അന്വേഷിക്കുക, അല്ലെങ്കിൽ ആ ബലത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു അനുഭവത്തിലൂടെ മുന്നോട്ട് പോകുക. तो एक सच्चा भक्त क्या करेगा? यहोवा को भी खोजेगा और उसका शक्ति उसका बल को भी खोजेगा, मतलब उसका बल पर आश्रय करके सदा वो जिएगा. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പലപ്പോഴും നാം ചിലപ്പോൾ ചില സമയങ്ങളിലൊക്കെ ബലഹീനരായി മാറിയേക്കാം. हमारे जीवन में ऐसा होता है कि हमें कभी कभी हम निर्बल हो जाते हैं. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നാം എന്ത് ചെയ്യണം? ऐसे समय पर हमें क्या करना है? നാം കർത്താവിലേക്ക് നോക്കണം, हमें प्रभु की ओर आश्रय करना है, കർത്താവിനെ വിളിച്ചപേക്ഷിക്കണം, हमें प्रभु को पुकारना है എന്നിട്ട് നമ്മൾ കർത്താവിൽ ബലപ്പെടണം. और हमें प्रभु में हमें बल प्राप्त करना है. നമ്മൾ 138ന്റെ 3 വായിക്കുമ്പോൾ 138 का 3 में हम पढ़ते हैं. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരുളി, എന്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ബലഹീനരാകുന്ന സമയത്തും നമ്മൾ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചാൽ ദൈവത്തിന്റെ ബലം, ആ ശക്തി, അതിനുള്ള ആ അനുഗ്രഹം നമ്മളിലേക്ക് പകരപ്പെടുകയും നമ്മളെ ദൈവം എന്ത് ചെയ്യും? ധൈര്യപ്പെടുത്തും. ഏത് ഭീതിയിലൂടെ പോകേണ്ടി വന്നാലും അവിടെ എല്ലാം ദൈവം നമുക്ക് ധൈര്യം പകരും. आमीन. पढ़ेंगे 138 का 3. जिस दिन मैं
जिस दिन मैं पुकारूंगा उस दिन तू मेरी सुन ले हाँ। और मुझे बल देकर हिवा बांधा। हाँ, तो देखो, जिस दिन पुकारा, जब मैं कमजोर का अवस्था में रहते समय, निर्बलता की अवस्था में रहते समय में, तकलीफ और क्लेशों में जाते समय में मैंने प्रभु की ओर पुकारा और तूने मुझे सुना और तुरंत तूने क्या दिया, मुझे बल देकर, मुझे निहारा, मुझे आश्रय देकर, मुझे आश्वासन देकर मुझे तू चलाया। അപ്പോൾ ദാവീദിന്റെ ജീവിതത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദാവീദിനെ ദൈവത്തെ എല്ലാമായിട്ട് ആസ്വദിച്ചു എന്നുള്ളതാണ്. हाँ, यानी कि दाऊद जब यहोवा परमेश्वर को बुलाते समय में वो हर बात पर यहोवा पर आश्रय करके जिया करके हम देखते हैं, निर्भर किया। അതുകൊണ്ടാണല്ലോ 34 സങ്കീർത്തനം 8 വാക്യത്തിൽ താൻ പറഞ്ഞു, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. 34 का भजन संगीता 34 का 5 में हम 34 का 8 में भजन संगीता 34 का 8 में हम पढ़ते हैं, पढ़कर देखो कि यहोवा कैसा भला है। हाँ। क्या ही धन्य है पुरुष जो उसकी शरण लेता है। हाँ, तो चक्कर देखो कि यहोवा कितना भला है और वो धन्य है वो व्यक्ति जो यहोवा पर आश्रय करता है। അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തെ നമുക്ക് ഇങ്ങനെ രുചിച്ചറിഞ്ഞുകൊണ്ടിരിക്കാൻ കഴിയും. इसके लिए हमें हमेशा इस यहोवा प्रभु को हमें हमेशा चक्कर जानना है। നമ്മൾ ഏതെല്ലാം നിലയിൽ നമുക്ക് കർത്താവിനെ രുചിച്ചറിയാൻ കഴിയുന്നുണ്ട്? हम किन किन बातों पर हम उनको चखते हैं, നമ്മുടെ ഏത് അവസ്ഥയ്ക്കും അവിടുന്ന് മതിയാകാനാണ്. क्योंकि हमारा हर परिस्थितियों में वो हमारे लिए काफी है। അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ये बात हमें समझना നമ്മൾ है। ഏതെങ്കിലും ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ എവിടെ ചെന്നാലും ഹോസ്പിറ്റലുകളൊക്കെ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലുണ്ട് എന്ന് പറഞ്ഞാല് പിന്നെ ഹാർട്ടിൻ്റെത്, പിന്നെ തലയുടെ, മുട്ടിന്റെ, എല്ലിന്റെ, അങ്ങനെ ഓരോ പാർട്സിനും സെപ്പറേറ്റ് പിന്നെ സ്പെഷ്യൽ ഹോസ്പിറ്റലാണ്. हम लोग एक बात ध्यान दिए रहेंगे कि अगर आप हॉस्पिटल में जाते हैं समय में कोई एक स्पेशलिटी हॉस्पिटल करके रहता है, यानी कि खास कुछ अंगों के लिए खास, कुछ लोग हॉस्पिटल सिर्फ हृदय का हार्ट स्पेशलिस्ट करके हॉस्पिटल रहता है, कुछ हड्डियों का होता है, कुछ सर का, दिमाग का होता है, ऐसा एक स्पेशल खास शरीर के अंग का हॉस्पिटल रहता है। ഓരോ കാര്യത്തിലും ഓരോ സ്ഥലത്തേക്ക് ഓടണം. तो अब जो अवस्था हमें होता है, जो जहाँ पर हमें तकलीफ होता है, वो हॉस्पिटल में हमको जाना पड़ता है। എന്നാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, लेकिन मैं एक बात कहना चाहता हूँ, എല്ലാം ഒരുമിച്ച് കിട്ടുന്ന ഒരു സ്ഥലമേ ഉള്ളത് കർത്താവ്. आमेन, हमारे सब बातों में एक ही जगह पर मिलता है, वो आश्वासन का स्थान है प्रभु में। आमेन। നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്ക് ഇനി ഹാർട്ട് പ്രോബ്ലം ആണെങ്കിലും തലയ്ക്ക് പ്രോബ്ലം ആണെങ്കിലും ഏത് പ്രോബ്ലം ആണെങ്കിലും ആ പ്രോബ്ലം പരിഹരിക്കാനായിട്ടൊരു സ്ഥലമുണ്ട്. അത് കർത്താവിന്റെ സന്നിധിയും കർത്താവും. आमेन। तो हमारे दिल का विषय हो या दिमाग का विषय हो, शरीर का विषय हो, वो सब बात का हल एक ही जगह पर है, वो एक व्यक्ति प्रभु यीशु मसीह में। അതുകൊണ്ടാണ് നമ്മൾ 87-ന്റെ 7-ാം വാക്യത്തിൽ വായിക്കുന്നത്, എന്റെ ഉറവുകളൊക്കെയും നിന്നിലാകുന്നു, എന്റെ ഉറവുകളൊക്കെയും നിന്നിലാകുന്നു. 87 का साम 7 में भजन संगीता 87 का 7 में वहां पर प्रभु का दास कहता है, भजन संगीता 87 का 7, मेरा उसका आखिरी भाग में, सारे सोते तुझी में पाए हाँ, जाते हमारे हैं। सारे श्रोता तुम में पाए जाते हैं। എത്ര അനുഗ്രഹിക്കേണ്ട കാര്യമാണ്. कितना आशीषित बात है ना प्रियो। അപ്പോൾ ദാവീദിനെ ഇവിടെ കർത്താവിനെ എന്തെല്ലാമായിട്ട് അനുഭവിച്ചറിയാനിടയായി. तो इधर दाऊद को प्रभु के विषय में किन किन बातों में अनुभव करने हो पाया। അതിന്റെ 18-2 പറയുന്നത് 9 കൂട്ടം കാര്യങ്ങളാണ്. उसका 18 का 2 में भजन संगीता 18 का 2 में साम्स 18:2 में उधर 9 बातों में उसने यहोवा पर आश्रय पाया करके हम देखते हैं। നിങ്ങൾ ചിന്തിക്കുക, ആ ഒറ്റ വാക്യത്തിൽ തന്നെ ദൈവത്തെ 9 നിലയിൽ താൻ ആസ്വദിച്ചതിനെ കുറിച്ചാണ് വർണ്ണിച്ചത്. यहाँ पर आप लोग जरा सोचो, उस एक वाक्य में 9 प्रकार का अनुभव, यहोवा के विषय में 9 प्रकार का अनुभव उसको कर पाया करके हम देखते, मतलब कितना बड़ा गहराई में वो प्रभु के साथ रिश्ता में पहुंचा है वो। നിങ്ങൾ ചിന്തിക്കുക, ആ വചനമൊക്കെ നമ്മൾ എത്രമാത്രം ധ്യാനിക്കേണ്ട ആവശ്യമുണ്ട്. मतलब वो देखो ना, वो एक ही वचन को हम लोग कितना गहराई से हमें उसको मनन करना चाहिए। എങ്ങനെ നമുക്ക് കർത്താവിനെ സ്നേഹിക്കാതിരിക്കാൻ കഴിയും? कि प्रभु इस रीति से हमसे कार्य करते समय में किस तरह हम उनसे ना प्रेम करेगा अवस्थे में चले जाएंगे, प्रेम करते ही रहेंगे ना हम लोग। ഞാൻ അതിനെ എണ്ണി എന്ന് പറഞ്ഞോട്ടെ. मैं उसको गिन गिन के मैं बताना चाहता हूँ। ആദ്യം അത് ഒരു പ്രാവശ്യം മൊത്തത്തിലങ്ങ് വായിക്കാം, മലയാളത്തിലും ഹിന്ദിയിലും. पहला एक बार मलयालम में और हिंदी में एक बार हम पढ़ लेंगे। യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ പരിചയം എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗൗരവമാകുന്നു. 9 കൂട്ടം കാര്യങ്ങൾ പറഞ്ഞിരിക്കുക. पढ़ेंगे हिंदी में भी। यहोवा मेरी चट्टान और मेरा गढ़ और मेरा छुड़ाने वाला है, मेरा ईश्वर मेरी चट्टान है जिसका मैं शरणागत हूँ। वह मेरी ढाल और मेरी मुक्ति का सिंह और मेरी ऊंचा गढ़ है। അപ്പോൾ 9 കൂട്ടം കാര്യങ്ങൾ. 9 बातें यहाँ पर हम देखते हैं। ഇനി ആ 9 കൂട്ടം കാര്യങ്ങൾ ഞാൻ എടുത്തു പറയാൻ പോകും. अभी वो 9 बातें मैं उठाकर कहना चाहता हूँ। അതിനെക്കുറിച്ചൊരു ഒരു വിശദീകരണം തരുന്നില്ല. उसके बारे में मैं गहरा वर्णन में नहीं करना चाहता। അതിന്റെ വിശദീകരണത്തിന് പോയി കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം അല്ല, ചില അടുത്ത ദിവസം ക്ലാസ് കൂടെ അതിൽ പോകും. तो अगर उसका वर्णन करने के लिए जाएगा तो आज का दिन ही नहीं, अगला 2-3 दिन का क्लास में उसमें पूरा हो जाएगा। അതുകൊണ്ട്
പിന്നെ ഇവിടെ കർത്താവിനെ കുറിച്ച് പിന്നെ ദാവീദ് അനുഭവിച്ചറിഞ്ഞ തൻ്റെ അനുഭവത്തിൻ്റെ 9 പാളികൾ പറയുകയാണ്. तो यहाँ पर दाऊद ने यहोवा परमेश्वर के विषय में जो 9 बातों का अनुभव किया और बात को 9 रीति से अनुभव किया बातों को हम देखते हैं. ഒന്ന് യഹോവ എൻ്റെ ശൈലം. एक है कि हिंदी में शायद पहला चट्टान रहे, बल है क्या? बल. हाँ, यहोवा मेरा बल है. യഹോവ എൻ്റെ കോട്ട. यहोवा मेरा യഹോവ എൻ്റെ കോട്ട. दूसरा वचन गढ़ है. यहोवा मेरा गढ़ है. യഹോവ എൻ്റെ രക്ഷകൻ. यहोवा मेरा छुड़ाने वाला. 4 യഹോവ എൻ്റെ ദൈവം. यहोवा मेरा परमेश्वर. 5 യഹോവ എൻ്റെ ശരണം. यहोवा मेरा शरणागत. 6 യഹോവ എൻ്റെ പാറ. चट्टान. नहीं, ढाल के पहले उसमें चट्टान रहेगा ना. इंग्लिश में एक्चुअली भरोसा है. 3 चट्टान है. ठीक है, चट्टान. 7 യഹോവ എൻ്റെ പരിചയ. यहोवा मेरा ढाल. सॉरी नो. യഹോവ എൻ്റെ രക്ഷ. और फिर 8 യഹോവ എൻ്റെ രക്ഷ. और 8वां यहोवा मेरा उद्धार. 9 യഹോവ എൻ്റെ ഗോപുരം. और आखिरी में यहोवा मेरा ऊंचा गढ़. അപ്പം നമ്മൾ ഇത് തന്നെ ദാവീദിനോടുള്ള ബന്ധത്തിൽ മാത്രം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര വിശാലമാണ്. तो ये अगर दाऊद के विषय के हिसाब से अगर हम सोचेंगे तो उसके लिए बहुत गहरी बात है. എങ്കിലും ഞാൻ ഇന്ന് നിങ്ങളോട് സ്നേഹത്തെക്കുറിച്ച് പറയാൻ പോകുന്നതുകൊണ്ട് ഞാൻ ആ വിഷയങ്ങളൊക്കെ ഇപ്പൊ തൽക്കാലം വിടുകയാണ്. इसके लिए ये विषय में मैं नहीं जा रहा क्योंकि हम प्रेम के विषय में आज सोच रहे हैं इसके लिए. അപ്പോൾ ഇവിടെ നമ്മൾ സ്നേഹത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അതുകൊണ്ട് ആ സ്നേഹത്തിലേക്ക് തന്നെ വരികയാണ്. तो इसके लिए हम लोग प्रेम के विषय में हम इन दोनों में हम लोग मनन कर रहे थे, इसलिए उसी विषय में मैं बना रहना चाहता हूँ. അപ്പോൾ ദാവീദ് പറഞ്ഞു, എന്റെ ദൈവമായ യഹോവേ, എന്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. तो उसका पहला वाक्य में हम पढ़ते हैं कि हे मेरे परमेश्वर, मैं आपसे प्रेम करता हूँ क्योंकि आप मेरे बल हो. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മള് എന്തുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നു? तो हम लोग क्यों है हम परमेश्वर से हम प्रेम करते हैं? പ്രൈസ് ദി ലോർഡ്. അല്ല, എന്തുകൊണ്ട് നാം ദൈവത്തെ സ്നേഹിക്കണം? या फिर क्यों हम लोग परमेश्वर से प्रेम करना चाहिए? അതിനെക്കുറിച്ചൊരു അല്പമായിട്ട് ഇന്ന് നിങ്ങളോട് പറയാമെന്ന് ആഗ്രഹിക്കുന്നു. आज मैं उस विषय में थोड़ा सा मैं बात करना चाहता हूँ. അപ്പോൾ നമുക്ക് അറിയാം, നമ്മള് ദാവീദിന്റെ ജീവിതത്തിലെ കാര്യങ്ങൾ നമ്മൾ അല്പമായിട്ടൊന്ന് ചിന്തിക്കുകയായിരുന്നു. हम लोग दाऊद का जीवन में हम थोड़े बातों का हम सोच मनन कर रहे थे. എന്നാല് നമ്മൾ കർത്താവിനെ എന്തുകൊണ്ട് സ്നേഹിക്കണം? हम लोग यहोवा परमेश्वर या प्रभु को हमें प्रेम करना चाहिए. അതിന്റെ ചില കാരണങ്ങൾ ഞാൻ നിങ്ങളോട് ഇന്ന് പറയാൻ പോകും. उसका कुछ कारणों को मैं बताना चाहता हूँ. ഒന്നാമത്തെ കാരണം, पहला कारण है അവിടുന്ന് നമ്മുടെ കർത്താവാകുന്നു എന്നുള്ളതാണ്. वो हमारा प्रभु है, इसीलिए. അപ്പോൾ ഈ കർത്താവിൽ നമുക്ക് വിശ്വസിച്ചുകൊണ്ടാണ് നമുക്ക് രക്ഷിക്കപ്പെടാൻ ഇടയായിത്തീർന്നത്. इस प्रभु पर जब हमने विश्वास किया तभी तो हम उद्धार पाए ना. അപ്പോൾ അവിടുന്ന് മാത്രം ഏക കർത്താവാണ്. तो क्योंकि इसलिए वही हमारा एकमात्र प्रभु है. അപ്പോൾ अവിടുന്ന് നമ്മുടെ കർത്താവാണെന്നുള്ള ആ ഒരു ബോധ്യം നമുക്കുണ്ടായി. അന്ന് മുതൽ നമ്മൾ ആ കർത്താവിനെ സ്നേഹിക്കാൻ ആരംഭിച്ചു. जिस क्षण से मुझे बोध्य हुआ कि वो आप ही मेरा प्रभु हो, उस दिनों से, उस क्षण से मैं प्रभु को प्रेम करने के लिए मेरा शुरुआत हुआ. നമ്മള് ബഹുവചനത്തിലാണ്. हम लोग അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നതിന്റെ ഏറ്റവും വലിയ കാര്യം അവിടുന്ന് നമ്മുടെ കർത്താവാകുന്നു എന്നുള്ളതാണ്. हमारे जीवन में हम लोग सबसे ज्यादा प्रभु को प्रेम करने का कारण क्यों बनता है? क्योंकि वो हमारा प्रभु है, इसीलिए. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടത്? हम लोग किस रीति से हम बच गए? നമ്മൾ രക്ഷിക്കപ്പെട്ടത് നമ്മൾ യേശുവിനെ കർത്താവെന്ന് നമ്മൾ വായി കൊണ്ട് ഏറ്റു പറഞ്ഞപ്പോൾ. हम लोग उद्धार कैसा हुआ? हम लोग जिस दिन हमारे होठों से अंगीकार किया कि यीशु आप प्रभु हो, उस दिन से. അപ്പോൾ നമുക്ക് ആ അനുഭവം ഉണ്ടല്ലോ. हम लोग सबको ये अनुभव है ना, അവിടുന്ന് അല്ലാതെ മറ്റൊരു കർത്താവില്ല. क्योंकि उनके अलावा और कोई प्रभु नहीं है. എന്നാൽ നമ്മൾ കർത്താവായി അറിയുന്നതിന് മുൻപ് നമ്മുടെ ജീവിതത്തിൽ മറ്റു പലതും കർത്തൃത്വം നടത്തിയിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം. और ये बात भी सच है कि जब हम लोग यीशु मसीह से मिलने से पहले, उनका प्रभुत्व को स्वीकारने से पहले, बहुत रीतियों से, बहुत अलग अलग तरीकों का प्रभु, बहुत बातों को हमारे ऊपर प्रभुत्व हमारे ऊपर लोग करते थे. എന്നാൽ നമ്മളിപ്പോൾ കർത്താവായ യേശു മാത്രമാണ് നമ്മുടെ കർത്താവ്, അവിടുന്ന് അല്ലാതെ ഒരു കർത്താവില്ല എന്നുള്ള ആ ഒരു സത്യം നമ്മൾ സുവിശേഷത്തിലൂടെ നമുക്ക് ബോധ്യമായതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ നമ്മുടെ കർത്താവായിട്ട് നമ്മൾ സ്വീകരിച്ചത്. लेकिन जब हम लोगों ने सुसमाचार सुना, उस सुसमाचार में हमें क्या बोध्य हुआ कि यीशु मसीह ही एकमात्र प्रभु है, उनके अलावा और कोई प्रभु नहीं है, उनका प्रभुत्व में हमें अधीन होना है करके जब हम लोगों ने विश्वास किया, तो तभी से हमारा उद्धार भी हुआ. നമുക്ക് ആ റോമാലേഖനം 10:9 വാക്യം നമുക്കൊന്ന് വായിക്കാം. रोमियो का पुस्तक उसका 10वां अध्याय वाक्य 9 में हम पढ़ते हैं, യേശുവിനെ കർത്താവ് എന്ന് വായി കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. यदि तू अपने मुंह से यीशु को प्रभु जानकर अंगीकार करे और अपने मन से विश्वास करे कि परमेश्वर ने उसे मरे हुए में से जिलाया, तो तू निश्चय उद्धार पाएगा.
അപ്പോൾ നമ്മൾ യേശുവിനെ കർത്താവായിട്ട് നമ്മൾ അംഗീകരിക്കണം. इसके लिए हमें यीशु को प्रभु मानकर अंगीकार करना, उसको स्वीकारना है. അപ്പോൾ നമ്മുടെ ഇന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു അല്ലാതെ മറ്റൊരു കർത്താവ് ഇല്ല എന്നുള്ള ഒരു സത്യമാണ്. यानी कि ये सबसे बड़ा सत्य यही है कि प्रभु यीशु के अलावा और कोई भी हमारे जीवन में प्रभु नहीं है करके एक बहुत बड़ा सच्चाई है. എന്നാലും എല്ലാവർക്കും ഈ അറിവില്ല. लेकिन सब लोग ये बात नहीं जानते. ഞാൻ ആ കാര്യം കൂടെ ഒന്ന് ബോധ്യപ്പെടുത്തിയിട്ട് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. वो बात को भी मैं बोध दिलाकर मैं आगे बढ़ना चाहता हूँ. നമ്മുടെ 1 കൊരിന്ത്യർ 8-ാം അധ്യായം, पहला कोरिन्थी 8वां अध्याय, फर्स्ट कोरिन्थियंस चैप्टर 8 6 മുതൽ 8 വരെ വായിക്കുമ്പോൾ उसका 6 से 8 जब पढ़ते हैं, फर्स्ट कोरिन्थियंस 8 verse 6 to 8. പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ, അവൻ സകലത്തിനും കാരണഭൂതനും നാം അവനായി ജീവിക്കേണ്ടതുമാകുന്നു. യേശുക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുണ്ട്. അവൻ മുഖാന്തരം സകലവും അവൻ മുഖാന്തരം നാമും ആകുന്നു. എന്നാൽ എല്ലാവരിലും ഈ അറിവില്ല. तो भी हमारे लिए तो एक ही परमेश्वर है, हाँ। अर्थात पिता, जिसकी ओर से सब वस्तुएं है और हम उसी के लिए है, और एक ही प्रभु है अर्थात यीशु मसीह, जिसके द्वारा सब वस्तुएं हुई, हाँ। और हम भी उसी के द्वारा है. हाँ, बाकी 7 का शुरुआत भी पढ़ना. पर सबको यह ज्ञान नहीं. हाँ, पर सबको ये ज्ञान नहीं कि यीशु मसीह प्रभु है करके. അപ്പോൾ ഈ അറിവില്ലെങ്കിൽ പിന്നെ അവർക്ക് അതിന്റെ അനുഭവം ഒന്നും ഉണ്ടായില്ല. तो अगर जानकारी नहीं है तो फिर उसका अनुभव ही नहीं होएगा ना. അപ്പോൾ അറിയേണ്ടത് അത്യാവശ്യമാണ്. इसलिए जो बात जानना चाहिए वो जरूरी है. അപ്പോൾ യേശുക്രിസ്തു എന്ന ഏക കർത്താവ് നമുക്കുണ്ട്. यीशु मसीह हमारे लिए एकमात्र प्रभु हमारे लिए है. Praise the Lord. मैं അപ്പോൾ ആ കർത്താവ് യേശുക്രിസ്തു അല്ലാതെ മറ്റൊരു കർത്താവ് ഇല്ല. यानी कि प्रभु यीशु मसीह के अलावा और कोई प्रभु नहीं है. അതിനെ വെളിപ്പെടുത്തുന്ന ഒരുപാട് വാക്യങ്ങളുണ്ട്. ഞാൻ അതെല്ലാം വായിക്കാനായിട്ട് ഇപ്പൊ ആഗ്രഹിക്കുന്നില്ല. वो ऐसा यीशु मसीह ही एकमात्र प्रभु है करके ये बात साबित करने के लिए बहुत सारा वाक्य है, सब में मैं नहीं जाना चाहता. നമ്മള് അപ്പോസ്തലപ്രവൃത്തി 10:36 വായിക്കുന്നുണ്ട്, പിന്നെ അവൻ എല്ലാവരുടെയും കർത്താവ്. प्रेरितों का कार्य 10 का 36 में, एक्ट्स 10:36 में पढ़ते हैं कि वो सबका प्रभु है. അപ്പോൾ അവിടുന്നാണ് എല്ലാവരുടെയും കർത്താവ്. तो वही है हमारा सब लोगों का प्रभु. അപ്പൊ ഈ കർത്താവ് എന്ന് പറയുമ്പോൾ ആ വാക്കിനെ നമ്മൾ ഒന്നുകൂടെ അറിയുന്നത് നന്നായി. तो इसलिए प्रभु करके जब शब्द को बोलते समय में वो प्रभु करके शब्द को हमें और गहराई से हमें जानना चाहिए. കർത്താവ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവം തന്നെയാണ്. प्रभु करके बोलते समय में हम जानते हैं वो परमेश्वर ही है. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ये बात हमें समझना है. കർത്താവ് എന്ന് പറയുമ്പോൾ ഇനി ദൈവമാണോ എന്നൊരു സംശയം ഉണ്ടാകാൻ പാടില്ല. तो ऐसा प्रभु करके बोलते समय में वो परमेश्वर है कि नहीं ऐसा शक नहीं आना चाहिए. परमेश्वर ही है. നമ്മൾ ആ കാര്യം കൂടെ ഒന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കും. वो बात भी मैं साबित करके आगे बढ़ना चाहता हूँ. നമ്മള് 110 1 വാക്യം, 110 का पहला वाक्य में, Psalms 110 verse 1. യഹോവ എന്റെ കർത്താവിനോട് അരുളി ചെയ്തത്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാതപീഠമാക്കോളും, നീ എന്റെ വലത്തുഭാഗത്തിരിക്കുക. അപ്പോൾ ഇവിടെ ദാവീദ് പറയാണ്, യഹോവ എന്റെ കർത്താവിനോട് അരുളി ചെയ്തു. അപ്പോൾ യഹോവയായ ദൈവം എന്റെ കർത്താവിനോട്. അപ്പൊ ദാവീദിന്റെ കർത്താവ് ആരാ? യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുക. അപ്പോൾ ദൈവത്തോട് പറയുക, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാതപീഠമാക്കോളൂ, നീ എന്റെ വലത്തുഭാഗത്തിരിക്കുക. ആരാണ് ഈ വലത്തുഭാഗത്തിരിക്കുന്നത്? കർത്താവ് യേശുക്രിസ്തു പിതാവിന്റെ വലത്തുഭാഗത്ത്, മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുന്നു. ഈ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. पढ़ेंगे 110 का 1. मेरे प्रभु से यहोवा की यह वाणी है, तू मेरे दाहिने हाथ बैठ जब तक कि मैं तेरे शत्रुओं को तेरे चरणों की चौकी न कर दूं. हाँ, मेरा प्रभु से यहोवा का ये वाणी है. अभी दाऊद का प्रभु कौन है? प्रभु यीशु मसीह है. यहोवा का वाणी प्रभु पर आया, मतलब क्या? पिता परमेश्वर ने प्रभु यीशु मसीह को बोला, यानी परमेश्वर से बात कर रहे. क्या? जब तक तू मेरे दाहिने ओर नहीं बैठता. दाहिने ओर बैठने का किसका विषय में हम जानते हैं? परमेश्वर का दाहिने ओर बैठने वाला सिर्फ प्रभु यीशु मसीह ही है. तो ये उनके बारे में कहा गया है. നമ്മള് എബ്രായ ലേഖനം 1-ാം അധ്യായം 8-ാം വാക്യം വായിക്കുമ്പോൾ, इब्रानियों 1 का 8 में भी जब हम पढ़ते हैं, Hebrews chapter 1 verse 8, പുത്രനോടോ, പിതാവോട് പുത്രനോട് പറയാണ്, ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിന്റെ രാജ്യത്തിന്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ. അപ്പം ഇവിടെ പിതാവായ ദൈവം പുത്രനോട് പറയുകയാണ്, ദൈവമേ നീ. അപ്പൊ നോക്കണം, ദൈവത്തെ അല്ലെങ്കിൽ പിതാവ് പുത്രനെ വിളിക്കുന്നത് എങ്ങനെയാണ്? ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിന്റെ രാജ്യത്തിന്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ. पढ़ेंगे 1 का 8. परंतु पुत्र के विषय में कहता है, हे परमेश्वर,
तेरा सिंहासन युगानुयुग का रहेगा, हाँ। तेरा राज्य का राजदंड न्याय का राजदंड है। हाँ, पुत्र के विषय में यानी कि पुत्र को कहता है, यानी पिता परमेश्वर पुत्र को कहता है हे परमेश्वर, यानी कि परमेश्वर पिता परमेश्वर अपना पुत्र प्रभु यीशु मसीह को हे परमेश्वर करके बुलाकर जिक्र करता है। നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ സങ്കീർത്തനം 45-ന്റെ 6-7 വാക്യങ്ങളാണ്. ये भजन संगीता 46 का 5 और 6 में हम पढ़ते हैं। പിന്നെ നമ്മൾ അതില് പ്രവചനപരമായിട്ട് അതിന്റെ 10-ാം വാക്യത്തിൽ കർത്താവേ നീ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തിയാവുന്നു. ഇവിടെയും നമ്മൾ വായിക്കുന്നത് പിന്നെ പ്രവചനപരമായി കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. और वाक्य 10 भी पढ़ेंगे, वो 1 का 10 भजन संगीता नहीं, इब्रानियों का पुस्तक वो पहला जो बोला भजन संगीता 45 का 6-7 वो उसका कोटेशन था जो इब्रानियों 1 का 8 में लिखा था, लेकिन अभी हम इब्रानियों 1 का 10 में भी जो भविष्यवाणी के विषय में वही उसी के बारे में लिखा गया है। और यह है कि हाँ। हे प्रभु, यदि तूने पृथ्वी की नींव डाली हाँ और स्वर्ग तेरे हाथों की कारागिरी है। हाँ, तुम्हारे इधर भी देखो हे प्रभु बोलकर जिक्र किया, यानी कि पुत्रों को वो क्या कर रहा है, प्रभु बोलकर जिक्र कर रहा है कि तू ही है जो पूरा जगत का तूने कारागिरी किया है, उसको नींव डाला, वो प्रभु को कह रहा है, परमेश्वर अपना पुत्र को कह रहा है। നമ്മൾ 10 മുതൽ 12 വരെയും അങ്ങനെ ഒരു കൊട്ടേഷനിൽ കൊടുത്തിരിക്കുകയാണ്. ഇത് നമുക്കറിയാം കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രവചനമാണ് 102-ാം സങ്കീർത്തനത്തിന്റെ 25 മുതൽ 27 വരെയുള്ള വാക്യം. हाँ, और उसका वही 10, 11, 12 जब हम पढ़ते समय में प्रभु यीशु मसीह के बारे में है जो भविष्यवाणी के रीति में लिखा गया है। ये पुराने नियम से लिया हुआ वाक्य है जो भजन संगीता 102 का 25 से 27 में हम देखते हैं। साम्स 102 वर्स 25 to 27, ये जो अभी हमने इब्रानियों ये पहला अध्याय 10 के 12 में पुराने नियम का कोटेशन है वो। അപ്പോൾ നമുക്ക് അതെല്ലാ വാക്യങ്ങളും എടുത്ത് വായിക്കേണ്ട ആവശ്യമില്ല. हाँ, अभी वो सब बातें पढ़ने के लिए उतना जरूरी नहीं है, അത്യാവശ്യമുള്ളവർക്ക് അത് എഴുതിയെടുക്കാം. जिसको जरूरत है वो लोग आप लिख के ले लेना। അപ്പോൾ പറഞ്ഞ സാരം ഇവിടുന്ന് അവിടുന്ന് കർത്താവാണ്. हाँ, मैंने कहने का उद्देश्य यह है कि वो हमारा वो प्रभु है, അവിടുന്ന് പറഞ്ഞാൽ അവിടുന്ന് ദൈവമാണ്. यानी कि वो परमेश्वर है। രണ്ടാമത് കർത്താവ് എന്ന് പറയുമ്പോൾ അതിന് മറ്റൊരു അർത്ഥം, കർത്താവ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിതാവ് എന്നൊരു അർത്ഥമുണ്ട്. हाँ, और दूसरा अर्थ हम देखते हैं कि जब हमको प्रभु करके बोलते समय में सृष्टिकर्ता करके भी अर्थ आता है। അപ്പോൾ ആ സൃഷ്ടിതാവ് എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് പിന്നെ 1-2 വാക്യം വായിക്കാം. हाँ, सृष्टिकर्ता का अर्थ में लिखा हुआ वाक्य को भी हम पढ़ेंगे। നമ്മൾ ഇപ്പൊ തന്നെ വായിച്ചാണ് പിന്നെ 1 കൊരിന്ത്യർ 8-6. हम लोग अभी हमने पहला कोरिन्थियर 8 का 6 में हमने पढ़ा था। നമ്മൾ 8:6 അതിന്റെ ബി പാട്ടില് യേശുക്രിസ്തു എന്ന ഏക കർത്താവ് നമുക്കുണ്ട്, हाँ। അവൻ മുഖാന്തരം സകലവും അവൻ മുഖാന്തരം നാമുമാകുന്നു. हाँ, उसका बी पार्ट में कि हमारा प्रभु एक ही प्रभु यीशु मसीह है, एक ही प्रभु है अर्थात यीशु मसीह, जिसके द्वारा सब वस्तुएं हुई हाँ। और हम भी उसी के द्वारा है। हाँ, सब वस्तुएं उसी के द्वारा हुई है। അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവാണ് സൃഷ്ടിതാവെന്നാണ് ആ വാക്യം നമ്മളെ പഠിപ്പിക്കുന്നത്. हाँ, यानी कि प्रभु यीशु मसीह है सृष्टिकर्ता है करके वो वाक्य हमें बताता है। ഇനി ഒന്നുകൂടെ വിശദമായി നോക്കാം. और गहराई से हम पढ़ेंगे കൊളോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 16-17 വാക്യം. कोलोसे का पुस्तक पहला अध्याय 16-17, कोलोसियंस चैप्टर 1 वर्स 16 and 17। അപ്പോൾ ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു, അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. पढ़ेंगे 16-17। क्योंकि उसी में सारी वस्तुओं की सृष्टि हुई, स्वर्ग की हो अथवा पृथ्वी की, देखी या अनदेखी, क्या सिंहासन, क्या प्रभुताएं, क्या प्रधानताएं, क्या अधिकार, सारी वस्तुएं उसी के द्वारा और उसी के लिए सृजी गई हाँ, बस है। बस बस सारी बातें उसी के द्वारा और उसी के लिए सृजी गई है। അപ്പോൾ അവിടുന്ന് സൃഷ്ടികർത്താവാണ് ആയ ദൈവമാണെന്ന് ഈ വാക്യം വളരെ അസന്നിഗ്ധമായി നമ്മൾ പറയുന്നു. तो प्रभु ही सृष्टिकर्ता है करके ये वाक्य हमें स्पष्ट रीति से बताता है। ഇനിയും നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 3-ാം വാക്യം വായിച്ചാൽ और യോഹന്ന का सुसमाचार 1 का 3 में अगर हम पढ़ेंगे तो जॉन चैप्टर 1 वर्स 3, കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. पढ़ेंगे 1 का 3। हाँ, सब कुछ उसी के द्वारा उत्पन्न हुआ हाँ। और जो कुछ उत्पन्न हुआ है उसमें से कोई भी वस्तु उसके बिना उत्पन्न नहीं हुई। Amen। അപ്പോൾ എല്ലാം അവനാൽ तो ഉളവാക്കപ്പെട്ടു. सब लोग सब बातें उन्हीं के द्वारा उत्पन्न हुआ है। അപ്പോൾ കർത്താവ് എന്ന വാക്കിന് നമ്മുടെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒന്ന് അവൻ ദൈവമാണ്, तो हम लोग प्रभु करके बोलते समय में वो शब्द का अर्थ हमें समझना है। पहली बात वो परमेश्वर है, 2 അവിടുന്ന് സൃഷ്ടാവാണ്. दूसरा है कि वो सृष्टिकर्ता है। അപ്പോൾ ദൈവമാണെങ്കിൽ അവിടെ തന്നെയാണല്ലോ സൃഷ്ടാവ്. अगर वो परमेश्वर है करके साबित है तो फिर
फिर वही सृष्टिकर्ता है करके भी मालूम पड़ता है। മൂന്നാമത് കർത്താവ് എന്ന് പറയുമ്പോൾ മൂന്നാമത് അതിനൊരു അർത്ഥമുള്ളത് പരിപാലകൻ എന്നാണ്. हाँ, तीसरा करके शब्द उसका प्रभु का अर्थ करके बोलने वाला हम देखते हैं कि परिपालक यानी कि संभालने वाला, देखभाल करने वाला। നമുക്കറിയാം ഈ സൃഷ്ടി എല്ലാം പരിപാലിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരമാണ്. हम जानते हैं ना, ये सारा सृष्टि को संभाल कर देखभाल करने वाला अगर कोई है तो वो परमेश्वर है। നമ്മള് പിന്നെ എബ്രായ ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യം വായിക്കുമ്പോൾ इब्रानियों का पुस्तक 1 अध्याय वाक्य 3 में हम पढ़ते हैं, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയാണ്, അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും, എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമാകുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രസ്താവനയാണ്. यहाँ पर भी देखो 1:3 का शुरुआत का भागों में प्रभु यीशु मसीह का परमेश्वर का रूप का बात का वहां पर कहा गया है। वो उसी की महिमा का प्रकाश हाँ, और उसके तत्व की छाप हाँ। और सब वस्तुओं को अपने सामर्थ के वचन से संभालता है। हाँ, सब बातों को अपना वचन के सामर्थ्य से संभालता है। അപ്പോൾ അങ്ങനെയുള്ള ആ ദൈവം, നമ്മളെ പരിപാലിക്കുന്ന ദൈവം, यानी कि सब बातों को संभालने वाला है परमेश्वर। നമ്മൾ 121-ന്റെ 4 മുതൽ 8 വരെ വായിക്കുമ്പോൾ 121 का 4 से 8 हम पढ़ते हैं, Psalms 121 verse 4 to 8। ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലത്ത് ഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. അപ്പോൾ ഇവിടെ ഇസ്രായേലിനെ പരിപാലിച്ച ആ ദൈവം അത് പിന്നെ കർത്താവ് യേശുക്രിസ്തു ആണെന്ന് നമുക്ക് പുതിയ നിയമത്തിൽ അറിയാം. पढ़ेंगे 121 का 5 से 8। यहोवा तेरा रक्षक है, यहोवा तेरी दाहिनी ओर तेरी आड़ है। न तो दिन को धूप से और न रात को चांदनी से तेरी कुछ हानि होगी। यहोवा सारी विपत्ति से तेरी रक्षा करेगा, वह तेरे प्राण की रक्षा करेगा। यहोवा तेरे आने जाने में तेरी रक्षा अब से लेकर सदा तक करता रहेगा। हाँ, रक्षा करेगा यानी कि संभालने वाला, देखभाल करने वाला एक व्यक्ति, ये है प्रभु यीशु मसीह करके नए नियम में हम जानते हैं। ഇസ്രായേലിനെ നടത്തിയതാരാണ്? इसराइल को किसने चलाया? ഇസ്രായേലിനെ ശത്രുക്കളിൽ നിന്ന് രക്ഷിച്ചതാരാണ്? इसराइल को शत्रु के हाथों से किसने छुड़ाया? അവരെ പരിപാലിച്ചതാരാണ്? उनको संभालने वाला, देखभाल करने वाला कौन था? അത് കർത്താവായ യേശുക്രിസ്തു ആണെന്ന് പൗലോസ്ലീഹ 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തില് അതിന്റെ 1 മുതൽ വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി കാണാം. ഞാൻ അതിന്റെ എല്ലാം വായിപ്പിക്കുന്നില്ല. അതിന്റെ 4-ാം വാക്യത്തിന്റെ അവസാനം പറയുന്നുണ്ട്, ആ പാറ ക്രിസ്തു ആയിരുന്നു. हाँ, तो वो हम लोग नए नियम में 1 कोरिन्थी 10वां अध्याय का उसका पहला वाक्य से पढ़ेंगे तो हमें मालूम है कि वो प्रभु यीशु मसीह के बारे में लिखा है, लेकिन वो सब मैं पढ़ाना नहीं चाहता। उसके वाक्य 4 में 1 कोरिन्थ चैप्टर 10 verse 4 में वहां पर हम आखिरी में हम देखते हैं वो चट्टान मसीह था। അപ്പോൾ ഞാൻ പറയുന്നതിന്റെ സാരം എന്ന് പറഞ്ഞാല് കർത്താവ്, നമ്മള് അവിടുത്തെ നമ്മുടെ കർത്താവാണെങ്കിൽ നമ്മൾ അവിടുത്തെ സ്നേഹിക്കാൻ കടപ്പെട്ടവരാണ്. यानी कि मैं कहने का मेरा विषय यही है कि अगर यीशु ही हमारा प्रभु है तो हम उसे प्रेम करने का हम जिम्मेदार हैं। നമ്മൾ നിശ്ചയമായും അല്ലെ ആ കർത്താവിനെ എത്രമാത്രം സ്നേഹിക്കണം പ്രിയമുള്ളവരെ. इसलिए हम लोग कितना अधिक हमें हमारे प्रभु को हमें प्रेम करना चाहिए। ശിഷ്യന്മാരെല്ലാം യേശുവിനെ കർത്താവെ കർത്താവെ എന്നാണ് വിളിച്ചോണ്ടിരുന്നത്. चेले लोगों ने, हम देखते हैं कि लगभग सभी चेले लोग ने उनको प्रभु प्रभु करके पुकारा था। ആ കാര്യം കർത്താവ് ക്ലിയർ ചെയ്തത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. वो बात प्रभु ने उसको सही करके बताया करके हम देखते हैं। നമ്മള് യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 13-14 വാക്യം, യോഹന്നാൻ का सुसमाचार 13 अध्याय उसका 13 और 14, जॉन चैप्टर 13 verse 13 and 14। നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു, ഞാൻ അങ്ങനെ ആകൊണ്ട് നിങ്ങൾ പറയുന്നത് ശരി. हाँ, पढ़ेंगे 13 का 13। तुम मुझे गुरु और प्रभु कहते हो और ठीक ही कहते हो। और ठीक ही कहते हो कि मैं तुम्हारा गुरु प्रभु हूँ। അത് ചിലർ പറയാറുണ്ട് കർത്താവായ യേശുക്രിസ്തു ഒരിക്കലും താൻ ദൈവമാണെന്ന് പറഞ്ഞിട്ടില്ലെന്ന്. तो कुछ लोग ऐसा तर्क करने के लिए आकर क्या बोलते हैं, यीशु ने तो कभी बोला नहीं कि वो परमेश्वर है करके। അത് എത്ര അജ്ഞതയാ. कितना अज्ञानता है ना वो। ഇവിടെ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് ക്ലിയർ ആയിട്ട് പറഞ്ഞു. यहाँ पर यीशु ने अपना चेलों को क्लियरली स्पष्ट रीति से कहा। അല്ല, ഇത് വെളിപ്പെടുത്തുന്ന അനേക വചനങ്ങളുണ്ട്. और इसके अलावा और भी वचने हैं। അപ്പോൾ ഇവിടെ കർത്താവ് പറയാണ്, यहाँ पर प्रभु कहता है, നിങ്ങൾ എന്നെ എന്ത് വിളിക്കുന്നു? तुम लोग मुझे क्या पुकारते हो? നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു. तुम लोग मुझे गुरु और प्रभु करके पुकारते हो। ഞാൻ അങ്ങനെ ആകൊണ്ട് നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് പറഞ്ഞു. और जो तुम लोग बुला रहा है वो सही है, वो वैसा ही है। എന്നിട്ട് പറയാണ്, और फिर कहता है, താൻ പറയുമ്പോ അവരോട് പറയാണ് കർത്താവും ഗുരുവുമായ. അപ്പോൾ കർത്താവ് എന്നുള്ളതാണ് 1-ാമത്തെ സ്ഥാനം. हाँ, और फिर प्रभु वाक्य 14 में देखो प्रभु फिर कैसा आगे क्या कहता है। वाक्य 14, यदि मैंने प्रभु और गुरु होकर तुम्हारे पाँव हाँ, तो धोए, उधर देखो, अब देखो
ऊपर का 13 वाक्य में वो गुरु और प्रभु करके शब्द आया था, लेकिन 14 वाक्य में क्योंकि प्रभु देखो कैसा उनको उसका उत्तर में देता है कि यदि मैं तुम्हारा प्रभु और गुरु, यानी प्रभु को ज्यादा मूल्यता दिया है। അപ്പോൾ ഏറ്റവും വലിയ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശു എല്ലാവർക്കും കർത്താവാണ്, അവിടുന്ന് കർത്താവ് തന്നെയാണ്. അതുകൊണ്ട് ആ കാര്യം ഒന്നുകൂടെ ഊന്നി താനിവിടെ ശിഷ്യന്മാരെ പഠിപ്പിക്കും. इसके लिए हम देखते हैं कि प्रभु सब बातों, यीशु मसीह सब बातों में सबका प्रभु है करके, और वो प्रभु है वो है ही करके बताने के लिए एक और बार वो जोर से कहता है, यानी कि उसमें और थोड़ा बल लगाकर वो कहता है कि मैं ही तुम्हारा प्रभु हूँ. എന്നിട്ട് നമ്മൾ അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു പറഞ്ഞാല് അവിടുന്ന് നമ്മുടെ കർത്താവാകയാൽ നമ്മൾ കർത്താവിനെ സ്നേഹിക്കാൻ കടപ്പെട്ടവരാണ്. इसके लिए हमें कहने का विषय यही है कि क्योंकि वो हमारा प्रभु है, इसलिए हमें उनसे प्रेम करने का जिम्मेदारी है. കാരണം അവിടുന്ന് നമ്മുടെ ദൈവമാണ്, क्योंकि वो हमारा परमेश्वर है, അവിടുന്ന് നമ്മുടെ സൃഷ്ടാവാണ്, वो हमारा सृष्टिकर्ता है, നമ്മുടെ പരിപാലകനാണ്, और वो हमारा संभालने वाला, देखभाल करने वाला है. അപ്പോൾ ഈ കർത്താവ് എന്നുള്ള വിളിയുടെ മഹാത്മ്യം നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. इसके लिए प्रभु करके शब्द का उसका मूल्यता आप लोग समझ गए होंगे. അവിടെ നമ്മുടെ കർത്താവാണെങ്കിൽ അവിടുത്തെ നമ്മൾ എത്രമാത്രം സ്നേഹിക്കാൻ കടപ്പെട്ടവരാണ്. इसके लिए अगर वो हमारा प्रभु है तो हम उनको कितना अधिक प्रेम करने का जिम्मेदारी हमारे ऊपर है. അതെ, കർത്താവായ യേശു ക്രിസ്തുവിനാണ് നമ്മുടെ ജീവിതത്തിന്റെ കർത്തൃത്വം. क्योंकि यीशु मसीह को ही हमारे जीवन का प्रभुत्व का अधिकार उनको ही है. Praise the Lord. Amen. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. ये हमेशा हमें याद रखना है. അപ്പൊ നമുക്ക് അവിടുത്തെ സ്നേഹിക്കാതിരിക്കാൻ പറ്റിയില്ല. तो इसलिए हम उनको बिना प्रेम करे नहीं रह सकता. ഈ രണ്ടാമത്തെ കാര്യം, दूसरा बात हम देखते हैं, ഈ കർത്താവ് നമ്മളെ സ്നേഹിച്ചത് കൊണ്ട് നമുക്ക് സ്നേഹിക്കാതിരിക്കാൻ പറ്റിയ. हम प्रभु को प्रेम करने का विषय को हम देख रहे हैं. उसमें दूसरा विषय हम देखते हैं कि ये प्रभु ने हमसे प्रेम किया, इसके लिए हम उनको बिना प्रेम करे नहीं जी सकते. നമ്മൾ ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ പല പ്രാവശ്യം വായിക്കുകയുണ്ടായി. गए दिनों में हम ये वाक्य बार बार हमने इसके विषय में पढ़ा था. 1 യോഹന്നാൻ 4:19. पहला यूहन्ना 4:19 में हम पढ़ते हैं. 1 John 4:19. അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചത് കൊണ്ട് നാം സ്നേഹിക്കുന്നു. हम उनसे प्रेम किया क्योंकि पहला उन्होंने हमसे प्रेम किया. Praise the Lord. Amen. ദൈവമുള്ളവരെ, കർത്താവ് നമ്മളെ എങ്ങനെ സ്നേഹിച്ചെന്നൊക്കെ നമ്മൾ വിശദമായിട്ട് കഴിഞ്ഞ ദിവസം കണ്ടു. अब गए दिनों में हमने एकदम स्पष्ट रीति से देखा कि यहोवा प्रभु हमसे कितना प्रेम करता है. കാരണം അതിന്റെ 10 പറയുന്നുണ്ട്, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. हाँ, उसका पहला यूहन्ना 4:10 में हम पढ़ते हैं कि हमने उनसे प्रेम नहीं किया, बल्कि उन्होंने हमसे प्रेम करके अपना पुत्र को हमें प्रायश्चित बलि के रूप में भेजने से ये साबित किया कि उन्होंने हमसे प्रेम किया है. അപ്പൊ മാത്രമല്ല, ആ സ്നേഹം തന്ന കർത്താവ് നമ്മളോട് പറയുന്ന ഒരു കാര്യം, और ये प्रेम जो ये प्रभु जो हमको प्रेम दिया है, वो प्रभु ये कहता है, ആ കർത്താവ് നമുക്കൊരു പുതിയ കൽപ്പന തന്നു തന്റെ ജനത്തിന്. ये वो प्रभु ने एक नया आज्ञा अपने लोगों के लिए दिया है. എന്താണ് ആ കൽപ്പന നിങ്ങൾ ഓർപ്പിച്ചല്ലോ. वो नया आज्ञा क्या है आप लोगों को याद रहेगा ना. യോഹന്നാൻ 13:34. യോഹന്നാ 13:34 में जॉन गॉस्पेल 13:34. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. 34 पढ़ेंगे. मैं तुम्हें एक नई आज्ञा देता हूँ कि एक दूसरे से प्रेम रखो. जैसा मैंने तुमसे प्रेम रखा है वैसा ही तुम भी एक दूसरे से प्रेम रखो. आमेन. അപ്പോൾ ഇവിടുത്തെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന കൽപ്പനയാണ്. तो यहाँ पर देखो, प्रभु ने हमको दिया हुआ एक आज्ञा है ये. അപ്പോൾ നമ്മൾ ഈ സ്നേഹത്തെ അറിയണ്ടേ? इसलिए हमें प्रेम जानना चाहिए ना. നമ്മൾ നിശ്ചയമായി രക്ഷിക്കപ്പെട്ടവർ ദൈവത്തിന്റെ സ്നേഹം രുചിച്ചറിഞ്ഞവരാണ്. तो ये तो सच है कि जो नया जन्म पाया, उद्धार पाए हुए लोग प्रभु का प्रेम को चक्कर जान लिया है. എങ്കിലും ആ സ്നേഹത്തെ കുറിച്ചുള്ള അറിവ് വളരെ കുറവാണ്. लेकिन उस प्रेम का बारे में जो जानकारी है, जितना हमें जानना चाहिए, वो बात कम है. അത് നമ്മൾ അറിയണം. वो बात हमें और गहराई से जानना है. അത് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയുണ്ടായി. वो भी हमने गए दिनों में हमने सोचा था. എഫേസ്യ ലേഖനത്തിലെ 3-ാം അധ്യായത്തില് പൗലോസ്ലീഹയുടെ ഒരു പ്രാർത്ഥന അങ്ങനെ ആയിരുന്നല്ലോ, ഈ സ്നേഹം അറിയാൻ വേണ്ടി. एफेसों का पुस्तक 3 अध्याय में पौलुस इस रीति से प्रभु का प्रेम को और गहराई से जानने के लिए पर उसका प्रार्थना को हम देखते हैं ना. നമ്മളതിലെ മലയാളത്തിൽ 19 പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകണം. നമ്മൾ ഈ ക്രിസ്തുവിന്റെ സ്നേഹം എന്നുള്ളത് നമ്മുടെ പരിജ്ഞാനത്തെ കവിയുന്ന സ്നേഹമാണ്. അത് നമ്മൾ അറിയാൻ തക്കവണ്ണം നമ്മൾ പ്രാപ്തരാകണം. 3:19 पढ़ेंगे उसका शुरुआत का भाग में. और मसीह के उस प्रेम को जान सको जो ज्ञान से परे है. उसको देखो, मसीह का उस प्रेम को तुम्हें जानना है जो ज्ञान से भी परे है. ये बात हमें जानना चाहिए. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വ്യക്തിപരമായിട്ട് കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ വളരേണ്ടത് അത്യാവശ്യമാണ്. इसके लिए यहाँ पर भी हम देखते हैं, व्यक्तिगत रीति से भी हम देखते हैं कि प्रभु में बढ़ना हमें बहुत जरूरी बात है. അപ്പോൾ ഇന്ന് നമുക്ക് വ്യക്തിപരമായ കർത്താവുമായിട്ട് അങ്ങനെ ഒരു ആഴമായ സ്നേഹബന്ധമുണ്ടോ? इसके लिए आज भी हमें व्यक्तिगत रीति से प्रभु के साथ गहरा रिश्ता है क्या? പൗലോസ് പറഞ്ഞില്ലേ, നമ്മെ ദൈവ സ്നേഹത്തിൽ നിന്ന് അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിടിക്കാൻ ആർക്ക് കഴിയും? पौलुस क्या कहता है रोमियो का पुस्तक 8वां अध्याय में, कौन है हमें जो मसीह के प्रेम से हमें अलग कर सकता है? കാരണം ആ സ്നേഹത്തിന്റെ ആഴങ്ങളെ അറിയുവാൻ തക്കവണ്ണം താൻ ആഗ്രഹിക്കുകയും താൻ അതിനുവേണ്ടി
പരിശ്രമിക്കുകയും അതിൽ അല്പം അറിയുകയും ചെയ്തു. क्योंकि पौलुस हमेशा उस प्रेम को जानने के लिए उसने यत्न किया और गहराई से जानने के लिए वो कोशिश करके आगे बढ़ता रहा. അതുകൊണ്ടാണ് താൻ പറയുന്ന സാക്ഷ്യം ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം. इसलिए वो बात के विषय, इसलिए क्योंकि इस तरह वो दौड़ा, इसके उसके विषय में गवाही उसने कहा वो मैं याद दिलाना चाहता हूँ. വളരെ സുപരിചിതമാണെങ്കിൽ ആ വാക്യം വളരെ ആഴമാണ്. तो भले आप लोग इस विषय में आप जानते रहेंगे, वाक्य जानते होंगे, लेकिन अब वो गहरा बात है, हमें पढ़ना चाहिए. ഗലാത്യർ 2:20 അവസാന ഭാഗം ഞാൻ വായിക്കുന്നുള്ളൂ. മുഴുവനും അതൊക്കെ മുഴുവനും വായിച്ച് ധ്യാനിക്കേണ്ട വാക്യങ്ങൾ തന്നെയാണ്. हाँ, गलातियों का पुस्तक दूसरा अध्याय उसका 20वां वाक्य का बी पार्ट से हमें पढ़ना है. वास्तव में पूरा वाक्य पढ़ना है क्योंकि बहुत गहरा वाक्य है वो. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച്, അത് നോക്കണേ, എന്നെ, നമ്മളെയല്ല, എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി, നമുക്ക് വേണ്ടിയല്ല, എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്ങളുടെ വിശ്വാസത്താൽ അത്രയും ജീവിക്കുന്നത്. हाँ, उसका बी पार्ट में हम देखते हैं, परंतु अब मैं जो जी रहा हूँ, हाँ, और शरीर में अब जो जीवित हूँ तो हाँ। केवल उस विश्वास से जीवित हूँ हाँ। जो परमेश्वर के पुत्र पर है, हाँ। जिसने मुझसे प्रेम किया. जिसने मुझसे प्रेम किया, मतलब हमसे प्रेम क्या करके नहीं बोल रहा है, पौलुस का व्यक्तिगत अनुभव कर रहा है, मुझसे प्रेम किया और मेरे लिए अपने आप को दे दिया. और हम के लिए नहीं, हमारे लिए नहीं, बल्कि मेरे लिए उन्होंने अपने आप को दिया. അപ്പോൾ പറയുന്ന സാരം, നമുക്ക് വ്യക്തിപരമായി ഈ സ്നേഹത്തെ ഒന്ന് ആഴത്തിൽ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? इसलिए हमें व्यक्तिगत रीति से प्रभु का ये प्रेम का गहराई को हम लोग अनुभव कर पाए क्या? ഇതൊരു വലിയ കാര്യമാണ്. ये बहुत ही बड़ी बात है. അങ്ങനെ നമ്മളിങ്ങനെ വല്ല പറഞ്ഞു കേട്ടുകൊണ്ടൊന്നും നമുക്ക് കർത്താവിനെ സ്നേഹിച്ച് കർത്താവിന് വേണ്ടി ജീവിക്കാനൊന്നും പറ്റില്ല. നമുക്ക് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ കർത്താവിൻ്റെ സ്നേഹത്തെ അനുഭവിച്ചവർക്ക് മാത്രമേ ആത്മാർത്ഥതയോടുകൂടി കർത്താവിനെ പ്രസാദിപ്പിക്കുന്ന ഒരു യഥാർത്ഥ സ്നേഹബന്ധത്തിലുള്ള ഒരു ജീവിതം നയിക്കാൻ കഴിയും. इसके लिए हम लोग प्रभु से प्रेम करते हैं बोलकर ये बोलने के वजह से होता नहीं है, बल्कि व्यक्तिगत रीति से हम लोग खुद अनुभव किया हुआ बात है कि यहोवा को कितना भला है. वो बात का वो अनुभव के द्वारा ही हम उसके उस प्रेम में हम चल सकते हैं. അപ്പോൾ ഈ സ്നേഹമാണ് പൗലോസ്ലീഹായെ എല്ലാത്തിലും നിർബന്ധിച്ചത്. और ये प्रेम में विवश होकर था, सब बातों पे वो आगे कार्य करता था. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് സ്നേഹിക്കണം? तो हमें क्यों प्रेम करना है? കർത്താവ് നമ്മളെ സ്നേഹിച്ചത് കൊണ്ട് നാം കർത്താവിനെ സ്നേഹിക്കണം. क्योंकि प्रभु हमसे प्रेम किया है, इसके लिए हमें प्रेम करना है. വ്യക്തിപരമായി പറഞ്ഞാൽ എനിക്ക് വേണ്ടി കർത്താവ് തന്റെ ജീവനെ തന്നതുകൊണ്ട് ഞാൻ എന്റെ കർത്താവിന് വേണ്ടി ജീവൻ കൊടുക്കുവാൻ എപ്പോഴും ഞാൻ ഒരുങ്ങിയിരിക്കണം. इसका मतलब व्यक्तिगत रीति से मेरा ये गवाही है कि प्रभु ने क्योंकि मेरे लिए अपना जान दिया, इसके लिए मैं भी अब उसके लिए जीने के लिए हमेशा मैं तैयार रहता हूँ. Praise the Lord. അങ്ങനെ തയ്യാറായിരിക്കണം നാം. इस तरह तैयार रहना चाहिए. ഓരോ വ്യക്തികളും അങ്ങനെ ആയിരിക്കണം. एक एक विश्वासी ऐसा रहना है. ഓരോ ക്രിസ്ത്യാനിയുടെയും കർത്തവ്യം അതാണ്. एक एक मसीह लोगों का जिम्मेदारी यही है. Praise the Lord. Amen. മൂന്നാമത്തെ കാര്യം, तीसरा कारण हम देखते हैं, നമുക്ക് ഈ സ്നേഹത്തിന്റെ മൂന്നാമത്തെ കാര്യം 1 കൊരിന്ത്യർ 16-23 വാക്യം നമുക്ക് വായിക്കാം. पहला कोरिन्थियों 16:23 में, 1 कोरिन्थियंस 16:23 में तीसरा कारण हम देखते हैं. നമുക്ക് 23 വാക്യം ഞാൻ വായിക്കാം. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. हाँ, 16:23 पढ़ेंगे. प्रभु यीशु का अनुग्रह तुम पर होता रहे. അപ്പോൾ എന്തുകൊണ്ട് ഈ കൃപ എന്ന് പറഞ്ഞാല് ദൈവ സ്നേഹത്തിൽ നമ്മൾ വസിക്കുന്നുവെങ്കിൽ മാത്രമേ ഈ കൃപ നമ്മളോട് കൂടി ഇരിക്കുള്ളൂ എന്ന് നമ്മള് എഫേസ്യർ 6:24 വായിച്ചത് നമുക്ക് ഓർമ്മയുണ്ടാവും. एफेसर 6:24 में अगर आप लोग पढ़े रहेंगे तो आपको याद रहेगा कि जो प्रभु का अनुग्रह में बसता है उन्हीं को ही प्रभु का प्रेम को अनुभव करते हैं. സ്നേഹത്തിൽ വസിക്കുന്നവർക്ക് കൃപ ലഭിക്കും. अब जिसको प्रेम में जो बना रहेगा वही अनुग्रह में बना रहेगा. ഞാൻ അത് ഇന്നലെ വായിപ്പിച്ചതായതുകൊണ്ടാണ് പെട്ടെന്ന് ആദ്യം എടുത്ത് വായിപ്പിക്കാം. कल भी मैंने ये वाक्य पढ़ाया था, इसके लिए मैं फिर से पढ़ाना चाहता हूँ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന എല്ലാവരോടും കൂടെ കൃപയിരിക്കുമാറാകട്ടെ. हाँ, पढ़ेंगे 6:24. जो हमारे प्रभु यीशु मसीह से सच्चा प्रेम रखते हैं हाँ। उन सब पर अनुग्रह होता है. जो सच्चा प्रेम करेगा उनके ऊपर अनुग्रह बना रहेगा. അപ്പോൾ ഞാൻ ഇന്നലെ ഓർപ്പിച്ചായിരുന്നു എന്ന് പറഞ്ഞാല് നമ്മള് നമ്മുടെ സ്നേഹത്തിന് വീഴ്ച ഉണ്ടാകാതെ സൂക്ഷിക്കണം. इसलिए हमें हमारे प्रेम में कभी भी गिरावट नहीं होना चाहिए. Praise the Lord. मैं സ്നേഹത്തിൽ വീഴ്ച വരുമ്പോൾ കൃപയിൽ വീഴ്ച വരും. अगर प्रेम में अगर गिर गया तो अनुग्रह में भी गिर गए. അതാ വലിയ അതിന്റെ വ്യത്യാസം. वही उसमें वो फर्क जरा समझना है. അപ്പോൾ നമുക്ക് ഈ സ്നേഹത്തിൽ വസിച്ചില്ല എങ്കിൽ നമ്മൾ കൃപ നഷ്ടപ്പെടും. तो इससे अगर उस प्रेम में अगर बना नहीं रहा तो हम अनुग्रह को खो सकते हैं. നമ്മൾ ഇന്ന് എന്തെങ്കിലും ആയിരിക്കുന്നെങ്കിൽ അത് ദൈവത്തിന്റെ കൃപയാലാണ്. क्योंकि अगर आज कुछ भी है तो प्रभु के अनुग्रह के द्वारा है ना. അപ്പോൾ അതാണ് പൗലോസ്ലീഹ 1:15 പറയുന്നത്. वही कोरिन्थियों का पहला कोरिन्थी 15:10 में पौलुस कहता है, എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു. हाँ, मैं अभी जो भी कुछ हूँ प्रभु का अनुग्रह से हो. എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതുമില്ല. और उनका
मेरे ऊपर जो उनका अनुग्रह है वो व्यर्थ नहीं ठहराया। അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു, എന്നാൽ ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവകൃപയത്രേ. बाकी लोगों से मैं सबसे अत्यंत ज्यादा मैंने मेहनत किया है, लेकिन वो मैं नहीं, प्रभु का अनुग्रह मुझ पर है। അപ്പോൾ ഈ കൃപ, അപ്പോൾ നമുക്കറിയാം നമ്മൾ രക്ഷിക്കപ്പെട്ട എങ്ങനെയാ? तो अब ये अनुग्रह के विषय में हम देखें तो हमारा उद्धार कैसा हुआ है। എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 8-9 വാക്യം എല്ലാ ദൈവമക്കൾക്കും ഇതൊക്കെ സുപരിചിതമാണ്. നമ്മൾ എപ്പോഴും വായിക്കുകയും संतोषिकी वाक्य। एफेसियों का पुस्तक 2 अध्याय 8 और 9 में पढ़ते समय में हम सभी विश्वासियों को यह वाक्य जानते हैं और हम लोग अच्छी तरह से यह वाक्य में परिचय रखे हैं। കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവർത്തികളും കാരണമല്ല, और കൃപയാലാണ് നാം രക്ഷിക്കപ്പെട്ടത്. तो अनुग्रह से तो है, विश्वास के द्वारा हम लोग उद्धार पाए करके हम पढ़ते हैं। അപ്പോൾ ഈ രക്ഷിക്കുന്ന കൃപ പോലും നമ്മൾ അനുഭവമാക്കുവാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ദൈവ സ്നേഹത്തിൽ നിൽക്കണം. तो अगर ये बचाने वाला, ये उद्धार देने वाला अनुग्रह को भी अगर हमें उपलब्ध होना है, लागू उसका अनुभव अगर करना है, तो हमें प्रभु को प्रेम करना है। ഈ ജീവിത യാത്രയിൽ നമുക്ക് കൃപ എത്ര അത്യന്താപേക്ഷിതമാണ്. ये जीवन की इस यात्रा में अनुग्रह का कितना अधिक हमको जरूरत है। നമുക്കറിയാം 2 കൊരിന്ത്യർ 12:9 നമ്മൾ വായിക്കുന്നത്. 2 കൊരിന്തി 12:9 में हम पढ़ते हैं, പൗലോസ്ലീഹ തന്റെ ബലഹീനത നിമിത്തം പ്രാർത്ഥിച്ചു. पौलुस अपने कमजोरी की वजह से निर्बलता में वो प्रार्थना किया। അപ്പോൾ കർത്താവ് ഉത്തരം കൊടുത്തത് ഇങ്ങനെയാണ്. तब प्रभु ने क्या जवाब दिया? എന്റെ കൃപ നിനക്ക് മതി, मेरा अनुग्रह तेरे लिए काफी है, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. मेरा बल तुझे निर्बलता में तुझे सिद्ध करेगा। അപ്പോൾ ഈ കൃപ എന്ത് ചെയ്യുന്നു? तो ये अनुग्रह क्या करता है? അത് നമ്മളെ ബലപ്പെടുത്തുന്നു, वो हमें बलवान करता है। അങ്ങനെയുള്ള ഈ കൃപ നമുക്ക് ധാരാളമായി പ്രാപിക്കുവാൻ, നമ്മൾ ദൈവ സ്നേഹത്തിൽ നിലനിൽക്കുവാൻ നമ്മൾ കടപ്പെട്ടവരാണ്. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുവാൻ കടപ്പെട്ടവരാണ്. इसके लिए इस प्रभु का उस अनुग्रह में अगर और अधिक बढ़ना है तो प्रभु को निरंतर प्रेम करते, प्रेम में बना रहना जरूरी है। എന്തുകൊണ്ട് നമ്മൾ കർത്താവിനെ സ്നേഹിക്കണം? हम क्यों प्रभु से प्रेम करना है? നമുക്ക് ഈ കൃപ ധാരാളം വേണം, ताकि अनुग्रह का बहुतायत हमें मिले, और भी अनुग्रह मिलते रहे, उसमें बढ़ते रहे, इसीलिए। ഇനി നാലാമത്തെ ഒരു കാര്യം, चौथा कारण हम देखते हैं, ഒരുപാട് വിശദീകരിക്കാനുണ്ടെങ്കിൽ ഞാൻ അത്രയും വിശദീകരിച്ച് ഇന്ന് പോകാൻ ആഗ്രഹിക്കുന്നില്ല. बहुत उसके गहराई में बोलने के लिए बहुत बातें हैं, लेकिन मैं इतना गहराई में डिटेल में नहीं जा रहा। ഇന്ന് ഞാൻ 3 പോയിന്റാണ് പറഞ്ഞത്. तो अभी तक मैंने 3 कारण बताया। ഒന്ന്, അവിടുത്തെ കർത്താവ് ആകയാൽ നാം അവനെ സ്നേഹിക്കണം. एक, हमने देखा कि वो प्रभु है, इसलिए हमें प्रेम करना है। 2, അവിടെ നമ്മളെ സ്നേഹിച്ചതിനാൽ നമ്മൾ സ്നേഹിക്കണം. दूसरा, हम देखते कि उन्होंने हमसे प्रेम किया, इसलिए हम उनको प्रेम करते हैं। 3, ഈ ലോക യാത്രയിൽ നമുക്ക് കൃപ വേണം. ആ കൃപ വേണമെങ്കിൽ നമ്മൾ കർത്താവിനെ അക്ഷയമായി സ്നേഹിക്കണം. और इसके लिए, और तीसरा हम देखते हैं कि इस दुनिया में जीते समय हमें अनुग्रह का जरूरत है। अगर अनुग्रह में अगर बढ़ना है तो सच्चा प्रेम हमें उनसे करना है। നാലാമത്തെ കാര്യം, चौथा बात हम देखते हैं, നമ്മളുടെ കർത്താവ് വരാൻ പോകുന്നത് കൊണ്ട് നമ്മൾ കർത്താവിനെ, हमारा प्रभु दोबारा आने वाला है, इसलिए हम उनको प्रेम करना है। നമ്മൾ 1 കൊരിന്ത്യർ അതിന്റെ 16-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം വായിക്കുമ്പോൾ, 1 കൊരിന്തി 16:22 में, 1 Corinthians chapter 16 verse 22, കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ, നമ്മുടെ കർത്താവ് വരുന്നു, മാറാനാഥ. आमेन। पढ़ेंगे। यदि कोई प्रभु से प्रेम न रखे तो वह शापित है, हे हमारे प्रभु आ। आमेन। അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, तो एक बात हमें समझना है, നമ്മുടെ കർത്താവ് വരുന്നു. हमारा प्रभु आ रहा है। അപ്പോൾ നമ്മുടെ കർത്താവ് വരുമ്പോൾ നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ പിന്നെ ആ കർത്താവിനോട് കൂടെ പോകാൻ നമുക്ക് ആഗ്രഹം ഉണ്ടാവും. तो अगर हमारा प्रभु आने वाला है और उस प्रभु से अगर हम प्रेम नहीं करेगा तो हम उनके साथ जाएंगे क्या? നമ്മൾ ആരുടെ കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നത്? हम किसके साथ बने रह रहे हैं, किसके साथ बैठने के लिए हम जा रहे हैं, ये आग्रह रखा है। നമ്മൾ സ്നേഹിക്കുന്നവരുടെ കൂടെ. हम जिसके साथ प्रेम करते हैं उन्हीं के साथ बैठते हैं ना। അപ്പോൾ ഇന്ന് നമ്മൾ ആരെയാ സ്നേഹിക്കുന്നത്? आज हम किससे प्रेम करते हैं? ഇന്ന് നമ്മൾ യഥാർത്ഥത്തിൽ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ? क्या हम लोग वास्तव में सच्चा प्रेम प्रभु से करते हैं क्या? കർത്താവ് വരുന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടോ? प्रभु आ रहा है करके ये बात सुनने को तो हमें आनंद होता है क्या? അത് നമുക്കൊരു ഞെട്ടലാണ്. या फिर एक डर जाकर अरे ऐसा होगा क्या बोलकर डर जाते हैं क्या? നമ്മുടെ കർത്താവ് വരുന്നു എന്നാ പറഞ്ഞത്. लेकिन हमारा प्रभु आएगा ऐसा कहता है। കർത്താവ് വരുന്നു എന്ന് പറയുമ്പോൾ ആരാവും? എന്ന് പറഞ്ഞാല് കർത്താവ് വരുന്നു. प्रभु कहता है मैं आ रहा हूँ। അപ്പോൾ കർത്താവ് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇതിനർത്ഥം നമുക്ക് എത്രമാത്രം സന്തോഷം ഉണ്ടായിരിക്കും. तो प्रभु आ रहा हूँ करके कह रहा बोलते समय में हमें कितना प्रेम, कितना उतावला और आनंद होना चाहिए। ആർക്കാ ഉണ്ടാകുന്നത്? किसको होता है? കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക്. जो प्रभु से प्रेम करता है। അപ്പോൾ കർത്താവ് വരുന്നതുകൊണ്ട് നാം കർത്താവിനെ സ്നേഹിക്കണം. तो प्रभु क्योंकि आ रहा है इसलिए हमें उनसे प्रेम करना है। അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, इसलिए एक बात हमें समझना है, നമ്മൾ കർത്താവ് വരുമ്പോൾ നമ്മൾ എന്തായി തീരും? हम जब प्रभु आएगा तो हम क्या हो जाएंगे? നമുക്ക് എങ്ങനെ സ്നേഹിക്കാതിരിക്കാൻ പറ്റും? हम किस रीति से प्रेम नहीं करें ऐसा होगा? നമ്മള് 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 2-3 വാക്യം വായിക്കുമ്പോൾ, 1 യോഹന്നാൻ 3 अध्याय उसका 2 और 3 पढ़ते समय में, 1 John chapter 3 verse 2 and 3, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവത്തിന്റെ മക്കൾ ആകുന്നു, നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല.
അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. हे प्रियो, अब हम परमेश्वर की संतान हैं और अभी तक यह प्रकट नहीं हुआ कि हम क्या कुछ होंगे. इतना जानते हैं कि जब वह प्रकट होगा तो हम उसके समान होंगे, क्योंकि उसको वैसा ही देखेंगे जैसा वह है. और जो कोई उस पर यह आशा रखता है वह अपने आप को वैसा ही पवित्र करता है जैसा वह पवित्र है. एक्चुअली हिंदी में निर्मल आना चाहिए. നമ്മൾ ദൈവത്തിന്റെ പദ്ധതികളൊക്കെ ഒന്ന് മനസ്സിലാക്കിയാലേ, अगर हम लोग प्रभु का अगर इच्छाओं को आग्रह को अगर हम समझेंगे तो മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ആ സൃഷ്ടിപ്പ് മുതലേ ദൈവത്തിന് നമ്മളോടുള്ള പദ്ധതി എത്ര ശ്രേഷ്ഠമല്ലേ. हमें प्रभु ने जब हमको सृष्टि किया तब उस समय में प्रभु ने हमारे विषय में क्या क्या इच्छा रखा था, वो कितना श्रेष्ठ बात है ना. നമ്മള് സൃഷ്ടിപ്പിൽ നോക്കുമ്പോഴത്തേക്കും എല്ലാ സൃഷ്ടിയെയും സൃഷ്ടിച്ചത് അതത് തരം എന്നാ കാണുന്നത്. उत्पत्ति 1-ാം अध्यायത്തിന്റെ 21-ാം वाक्य. उत्पत्ति का पुस्तक पहला अध्याय उसका 21वां वाक्य हम पढ़ेंगे. उत्पत्ति का जेनेसिस चैप्टर 1 वर्स 21 उसका आप पढ़ो. उसका आखिरी भाग में उसका आटे की पूरा पढ़ो तो ही समझ में आए. 21 पढ़ना. इसलिए परमेश्वर ने जाति जाति के बड़े बड़े जल जंतुओं को और उन सब जीवित प्राणियों की भी सृष्टि की जो चलते फिरते हैं, जिनके फल जल बहुत ही भर गए, और एक एक जाति के उड़ने वाले पक्षियों की भी सृष्टि की. और परमेश्वर ने देखा कि अच्छा है. नहीं, वो उसी के उसका 24 पढ़ना. ओके 24 पढ़ना. फिर परमेश्वर ने कहा, पृथ्वी से एक एक जाति के जीवित प्राणी अर्थात जाति. ओके जाति मतलब एक एक जाति एक एक प्राणियों को उसका जाति के हिसाब से बनाया. ശ്രദ്ധിക്കണേ, इसको ध्यान से समझना. അപ്പോൾ അവിടെ നമുക്ക് ഈ കാര്യം അതിന്റെ 25-ാം വാക്യത്തിൽ നമുക്ക് 24-25 എല്ലാം എടുത്ത് പറയാൻ കാണുന്നുണ്ട്. അതത് തരം അതിന് 25-ാം വാക്യം വായിക്കാം. उसका 25 भी पढ़ेंगे. इस प्रकार परमेश्वर ने पृथ्वी के जाति जाति के वन वृक्षों को यानी कि देखो हर एक जीव जो भी जीव जंतुओं को प्रभु ने बनाया उसको अपना अपना एक जाति के हिसाब से बनाया. എന്നാലും മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ, लेकिन जब मनुष्य को बनाया അവന്റെ ജാതിയിലല്ല സൃഷ്ടിച്ചത്. वो उस रीति के कोई जाति के रीति से नहीं बनाया. ഇവിടെ വരെ ഒരു സൃഷ്ടിയില്ല. उस समय में जब प्रभु सृष्टि करते समय में भूमि में कोई भी जीवी नहीं है. എന്നിട്ട് പറയുന്നത് അതത് തരം സൃഷ്ടിച്ചെന്നാ. फिर भी उसका जाति के हिसाब से बनाया बोला तो जरा सोचो. അപ്പൊ ഇവിടെ മനുഷ്യനോടുള്ള വിധത്തിൽ പറയാണ്. तो लेकिन मनुष्य के विषय में कहता है അതിന് 26-ാം വാക്യം, उसका 25-ാം വാക്യം, उसका 26-ാം വാക്യം, उसका 26 में हम पढ़ते हैं. അനന്തരം ദൈവം और परमेश्वर ने നാം നമ്മുടെ സ്വരൂപത്തിൽ, അതിന്റെ ജാതിയിലല്ല, നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. 26 पढ़ेंगे शुरुआत में. फिर परमेश्वर ने कहा, हम मनुष्य को अपने स्वरूप के अनुसार अपनी समानता में बनाए. देखो अपना स्वरूप और अपना समानता, ये परमेश्वर का स्वरूप और समानता है. मनुष्य को अपना जाति के हिसाब से बनाया, ऐसा नहीं जैसा बाकी जानवरों को, सृष्टियों को, जीवियों को अपने अपने जाति के हिसाब से बनाया. मनुष्य को वैसा नहीं, परमेश्वर का स्वरूप और समानता में बनाया. ദൈവമക്കളെ, നമുക്ക് നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയും ദൈവത്തിന്റെ കാര്യപരിപാടികളും എല്ലാം ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാല് നമുക്ക് എങ്ങനെ ഈ കർത്താവിനെ സ്നേഹിക്കാതിരിക്കാൻ പറ്റും? प्रियो, हमें प्रभु ने इस रीति से हमें अद्भुत रीति से प्रभु बनाया. उनका उद्देश्य क्या क्या है ये सब बातें समझेंगे तो फिर क्यों नहीं हम उनको प्रेम करते नहीं रहेंगे. നമ്മുടെ റോമർ 8:29 എന്താ വായിക്കുന്നത്? रोमियो 8:29 में हम क्या पढ़ते हैं? रोमन्स 8:29. അവൻ മുൻ നിയമിച്ചവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിനെ പോലെ തന്നെ ആകണമെന്നുള്ളതാണ് പിതാവായ ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള മുൻ നിയമത്തിന് മുമ്പിലുള്ള ആഗ്രഹം. आमीन. पढ़ेंगे 29 भी. क्योंकि जिन्हें उसने पहले से जान लिया है उन्हें पहले से ठहराया भी है कि उसके पुत्र के स्वरूप में हो. तो प्रभु ने पहले से ही क्या ठहरा के रखा है कि वो लोग हम सब लोग पुत्र के रूप में अनुरूप हो. यानी कि हम लोग सृष्टि करने से पहले प्रभु ने पहले से ये ठहरा के रखा था कि हम लोग पुत्र के रूप में अनुरूप होना चाहिए. ഇത് എത്ര വലിയ കാര്യം! ये कितना बड़ी बात है. ദൈവമക്കളെ, നമ്മൾ എന്താകാൻ പോകുന്നു എന്നുള്ളതൊക്കെ നമ്മൾ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനു വേണ്ടി നമുക്ക് വേണ്ടി
ഈ സ്നേഹം തന്ന കർത്താവിനെ എങ്ങനെ നമുക്ക് സ്നേഹിക്കാതിരിക്കാൻ കഴിയും? तो इसके लिए प्रभु ने इतना बड़ा प्रेम हमसे दिया है करके, हमें दिया है करके बोलते समय में ये बात समझ में आएगा तो फिर क्यों नहीं हम प्रभु को नहीं करते रहेगा, प्रेम ही करेंगे ना हम നമ്മൾ ആ പുത്രനോട് എല്ലാത്തിലും അനുരൂപരായി തീരണമെന്നാണ് പിതാവിന്റെ ആഗ്രഹം. क्योंकि ये पिता का आग्रह है कि हम सब बातों में पुत्र के रूप में अनुरूप हो जाए. തന്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി നൽകിയത് നമ്മളെല്ലാവരും ആ പുത്രന്റെ രൂപം പ്രാപിക്കുവാൻ വേണ്ടിയാണ്. तो इसके लिए हमें अपने एकलौता पुत्र के रूप में अनुरूप होने के लिए ही प्रभु ने हमको पहले से सिरजा के रखा है. അപ്പോൾ നമ്മൾ നിൽക്കണം, നമ്മളാകാൻ പോകുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെ അവിടുന്ന് മരിച്ചവരിൽ ഉയർത്തെഴുന്നേറ്റ് ആ തന്റെ തേജസ്സുള്ള ശരീരം, അതുപോലെയുള്ള ശരീരം നമ്മൾ പ്രാപിക്കാൻ പോകും. तो हमें प्रभु के रूप में हमें बन जाएंगे. मतलब क्या? प्रभु इस दुनिया में आकर मरकर पुनरुद्धान होकर जो रूप में अभी पुनरुद्धान के रूप में है उसी रूप में हम बदलने वाले हैं. ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? या क्या ये सब वचन में लिखा हुआ बातों को आप विश्वास करते हैं क्या? ഇത് തക്കവണ്ണം നമുക്ക് ആ കർത്താവിനെ, നമ്മളെ കുറിച്ചുള്ള ഇത്രമാത്രം വലിയ പദ്ധതികളുടെ കർത്താവിനെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? तो इतना बड़ा उद्देश्य प्रभु ने हमारे लिए और मनुष्य के लिए रखा है बोलकर जानने के बाद भी आप प्रभु को प्रेम करने हो पा रहे हैं क्या? നമുക്കറിയാം, ദാവീദ് തനിക്ക് ലഭിച്ച നന്മകളെ ഓർത്തിട്ട് ദൈവത്തിൽ പറയുന്നത്, കർത്താവേ ഞാൻ ഇതിനൊക്കെ അപാത്രമാണ്. हाँ, प्रभु दाऊद का गवाही हम देखते हैं. दाऊद को इतना इतना भलाई बातें जब परमेश्वर की ओर से मिला, इतना सब उसको देने के बाद भी दाऊद क्या बोलता है? हे प्रभु, ये सब प्राप्त करने के लिए मैं अयोग्य पात्र हूँ. നമ്മൾ യാക്കോബിനെ കുറിച്ച് കാണുകയുണ്ടായി. യാക്കോബ് പറഞ്ഞു, ഞാൻ ഇതിനെല്ലാം അപാത്രമാണ്. याकूब के जीवन में भी देखता है कि वो इतना बड़ी उन्नति में पहुंचने के बाद भी वो कहता है मैं ये पदवी में पहुंचने के लिए मैं अयोग्य हूँ. ഇത് നമ്മുടെ ഏതെങ്കിലും യോഗ്യത കൊണ്ടാണോ നമുക്ക് ഇതൊക്കെ ലഭിക്കുന്നത്? प्रियो, इसमें हमारा कोई काबिलता योग्यता की वजह से है क्या ये सब बातें हमें मिला है? അല്ല, नहीं. നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ ആ കർത്താവിന്റെ സ്നേഹമാണ് നമ്മളെ ഈ പദവിയിലേക്ക് കൊണ്ടുപോകുന്നത്. हमें प्रभु जो हमसे प्रेम किया है उस प्रेम के वजह से है हम ये पदवी में पहुंचे हैं. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ये कारण, ये बात हमें समझना है. നമ്മൾ ആ കർത്താവ് വരുന്നത് കേൾക്കുമ്പോൾ നമ്മൾ എത്രമാത്രം സന്തോഷത്തോടെ അവിടുത്തെ ആ സ്നേഹത്തിൽ നമ്മൾ എപ്പോഴും ആയിരിക്കേണ്ടത് നമ്മുടെ കർത്തവ്യമല്ലേ? इसलिए हमें कितना बातें जब प्रभु के उस बातों को मालूम पड़ते समय में कितना अधिक उनके प्रेम के गहराई में जानकर उसी प्रेम में बना रहने का ये हमें बोझ आएगा ना. നമ്മള് ഫിലിപ്പിലേഖനം 3-ാം അധ്യായം അതിന്റെ 20-21 വാക്യം വായിക്കുമ്പോൾ, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്നും കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. पढ़ेंगे फिलिपियों 3:21-3:21. फिलिपियों का पुस्तक 3रा अध्याय उसका 21वां वाक्य में, वह अपनी शक्ति के उस प्रभाव के अनुसार जिसके द्वारा वह सब वस्तुओं को अपने वश में कर सकता है, अपनी दीनहीन देह का रूप बदलकर अपनी महिमा की देह के अनुकूल बना देगा. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ചെറിയൊരു ആയുസ്സിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ സമയങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെപ്പോഴും കർത്താവിലേക്ക് നോക്കി ആ കർത്താവിനെ പോലെ ആയിത്തീരുവാനുള്ള ആഗ്രഹത്തോടെ, അതിനുവേണ്ടി നമ്മൾ ഒരുക്കത്തോടെ ആയിരിക്കണം. इसके लिए हमें छोटा सा उम्र जो प्रभु ने हमको दिया है, ये उम्र में प्रभु के लिए बन जाए, प्रभु की सेवा के लिए हो जाए, इस विषय के में हमें बना रहना है. നമ്മളെപ്പോഴും ആ കർത്താവിനെ കണ്ടുകൊണ്ടിരിക്കുക. हम लोग क्योंकि हमेशा हम लोग प्रभु को हम देखते रह रहे हैं കർത്താവിനെ തന്നെ നമ്മൾ ധ്യാനിക്കുക. और उसी प्रभु को हम मनन भी कर रहे हैं. നാം ആ കർത്താവിനെ പോലെ ആയിത്തീരാൻ പോവുകയാണ്. हम लोग प्रभु के समान बनने वाले हैं. Praise the Lord. Amen. വളരെ 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 ഗഹനമായ കാര്യമാണ്. ये सब बहुत ही गहरा बातें है. ये നമ്മള് എബ്രായർ 12:2 വായിക്കുന്നത്, इब्रानियों 12:2 में, Hebrews 12:2 में हम पढ़ते हैं, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. നമ്മൾ ആരെ നോക്കണം? വേറെ എങ്ങോട്ടും നോക്കരുത്, കർത്താവിനെ തന്നെ നോക്കണം. विश्वास का कर्ता और उसको अंत करने वाला, सिद्ध करने वाला प्रभु यीशु मसीह की ओर देखे करके कहता है. मतलब देखने के लिए अगर कोई है तो सिर्फ प्रभु यीशु मसीह की ओर ही हमें देखना है. എങ്ങനെ നോക്കണം? कैसा देखना है? എബ്രായർ 3:1 പറയുന്നു, उसका 3:1 में हम पढ़ते हैं, ഈ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. ये प्रभु यीशु मसीह को ध्यान पूर्वक देखे. 3:1 पढ़ेंगे जरा. इसलिए हे पवित्र भाइयों, तुम जो स्वर्गीय बुलाहट के भागी हो, उस प्रेरित और महायाजक यीशु पर जिसने हम अंगीकार करते हैं ध्यान करो. ध्यान करो मतलब ध्यान से देखो. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കർത്താവിനെ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധയോടെ നോക്കണം. इसलिए हमें इस प्रभु को हमें कैसा देखना है? ध्यान पूर्वक हमें देखना है. നമ്മെ ശ്രദ്ധയോടെ നോക്കുക. हमें ध्यान से देखना है. നമ്മൾ ശ്രദ്ധിച്ച് നോക്കാറുണ്ടോ? क्या हमें उनको ध्यान से देखते हैं क्या? എന്താ നമ്മൾ ശ്രദ്ധിച്ച് നോക്കണ്ടേ? क्या किस बात को हमें ध्यान से देखना है? കർത്താവ് നമുക്കൊരു മാതൃക തന്നിട്ട് പോയിട്ടുണ്ട്. प्रभु ने हमारे लिए एक आदर्श देकर गया है. ഈ മാതൃക പ്രകാരമാണോ ഞാൻ ജീവിക്കുന്നതെന്നാണോ
നോക്കണ്ടേ? वो आदर्श पूर्वक मैं जी रहा हूँ कि नहीं, ये बात को मुझे मसीह में देखना है। Praise the Lord. Amen. കർത്താവാണ് നമുക്ക് എല്ലാത്തിനും മാതൃക. क्योंकि प्रभु हमारे लिए सब बातों का एक आदर्श है। നമുക്കറിയാമല്ലോ 1 പത്രോസ് 2:21 पहला पत्रोस 2:21 में, 1 पीटर 2:21 നിങ്ങളെ വിളിച്ച് ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി അതിൻ്റെ മരം അതെ നിങ്ങളെ അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ച് നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. आमीन। पढ़ेंगे 2:21। और तुम भी इसी के लिए बुलाए भी गए हो, क्योंकि मसीह भी तुम्हारे लिए दुख उठाकर तुम्हें एक आदर्श दे गया है। हाँ, एक आदर्श दे गया है। അപ്പോൾ നമ്മള് കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ആ മാതൃകയിലാണ് നാം ജീവിക്കേണ്ടത്. इसके लिए प्रभु ने हमें जो दिया हुआ आदर्श के हिसाब से हमें जीना है। Praise the Lord. Praise the Lord। അപ്പോൾ ഇന്ന് നമ്മുടെ ജീവിതത്തെ നമ്മൾ പരിശോധിക്കണം. तो ये बात आज हमारे जीवन में हमें परखना है। നമ്മൾ ഓരോ കാര്യങ്ങളും പരിശോധിക്കണം. हमें एक एक बातों को प्रभु के विषय में आते समय में जांचना और परखना है। ദൈവവചന പ്രകാരമാണോ എന്ന് പരിശോധിക്കണം. कि हमें प्रभु के वचन के अनुसार में जी रहा होकर ये बात को हमें जांचना है। ഞാന് പിന്നെ ഇന്ന് രാവിലെ വിവേകിനോടൊരു കാര്യം പറയായിരുന്നു. मैं आज सवेरे विवेक को मैं एक बात बता रहा था। നമ്മുടെ കർത്താവിൽ അതിശ്രേഷ്ഠനായിരുന്ന ബില്ലി ഗ്രഹാമിനെ ഒരിക്കൽ ഡെറിക് പ്രിൻസ് എന്ന് പറഞ്ഞ ഒരു ദേവദാസൻ ഒരു ഇന്റർവ്യൂ എടുത്തു. एक बार हमारा जो सबसे हम लोग अच्छी तरह से जानने वाला जो बिली ग्राम भाई है, उनके साथ एक डेरिक प्रिंस नाम का एक प्रभु का दास इंटरव्यू ले रहा था। നമുക്കറിയാം ഡെറിക് പ്രിൻസ് വളരെ വലിയ വേദജ്ഞാനിയായ മനുഷ്യനാണ്. और हम जानते हैं डेरिक प्रिंस बोला तो भी वो एक बहुत बड़ा वचन का एक पंडित है। അപ്പോൾ അദ്ദേഹം ഈ പിന്നെ ബില്ലി ഗ്രാമിന്റെ ഇന്റർവ്യൂ എടുത്തപ്പോൾ तो जब उन्होंने बिली ग्राम भाई का जब उन्होंने इंटरव्यू लिया, അപ്പോൾ താൻ ചോദിച്ചു ഈ ലോകത്ത് അനേക മതമുണ്ട്. तो उन्होंने ऐसा सवाल पूछा बिली ग्राम को, देखो भाई बिली ग्राम, इस दुनिया में बहुत सारा धर्म है, അനേക ഉപദേശങ്ങളുണ്ട്, बहुत सारा उपदेश है, അനേക നല്ല വിശുദ്ധ ജീവിതം നയിക്കുന്ന അനേക മനുഷ്യരുണ്ട്, और बहुत सारे पवित्र जीवन जीने वाले लोग भी है। അവര് ഈ ലോകമോഹങ്ങളൊക്കെ വിട്ട് വളരെ ഭക്തിയോടെ ജീവിക്കുന്നവരാണ്. वो लोग सब लोग क्या करते हैं, ये संसार का सारा अभिलाषा को वो लोग छोड़कर एक अच्छा धर्म की जीवन जी रहे हैं। അവരുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല മാതൃകകളുണ്ട്. उन लोग का जीवन में बहुत सारा आदर्श है। അപ്പോൾ അവരൊക്കെ മരിച്ചാൽ സ്വർഗത്തിൽ പോയേനെ. तो ऐसा करने वाले संसार के लोग, ऐसा संसार के लोग जो कर रहे हैं, अच्छा अच्छा कार्य कर रहे हैं, ये लोग अगर मर जाएंगे तो क्या लोग स्वर्ग में जाएंगे क्या? അപ്പോൾ അധികം ചിന്തിക്കാതെ ആയിരിക്കാം പെട്ടെന്ന് ബിലിഗ്രാം പറഞ്ഞു പോകുന്നു. तो फटाक से, ज्यादा सोचा नहीं, फटाक से उसने बिली ग्राम ने जवाब दिया, हाँ जाएंगे ना। അപ്പോൾ ഉടനെ ഡെറിക് പ്രിൻസ് ഒരു ചോദ്യം ചോദിച്ചു, യോഹന്നാൻ 14:6 കുറിച്ച് താങ്കൾ എന്ത് പറയുന്നു? तो फिर ऐसा है, तो फिर यूहन्ना 14:6 में जो वाक्य लिखा है, उस वाक्य के अनुसार आप क्या कहेंगे? ഉടനെ ബിലിഗ്രാം അവിടെ ദൈവസന്നിധിയിൽ വീണു. तुरंत वो वाक्य सुना तो बिली ग्राम तुरंत घुटने में आकर गिर गया। അവിടെ പറഞ്ഞു എനിക്ക് തെറ്റുപറ്റി. वो बिली ग्राम बोला, अरे मुझसे बहुत बड़ा गलती हो गया। ഒരിക്കലും പോകത്തില്ല. वो ये जो संसार के लोग जो भला कार्य कर रहे हैं, अच्छा कार्य कर रहे हैं ना, वो लोग कभी भी स्वर्ग में नहीं जाएंगे। ദൈവമക്കളെ, കർത്താവായ യേശു ക്രിസ്തു അല്ലാതെ ഒരു മാർഗവും നിത്യത്തിലെത്താനില്ല. हे प्रियो, अनंतता में पहुंचने के लिए प्रभु यीशु मसीह के अलावा और कोई भी मार्ग नहीं है। നിങ്ങൾ ഏതെങ്കിലും ഒരു നല്ല പ്രവൃത്തിയിൽ ആശ്രയിച്ച് അവിടെ പോകാമെന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാളും വിഡിത്തം മറ്റൊന്നുമില്ല. तो अगर मैं कोई भला कार्य कर कर मैं स्वर्ग में पहुंच जाऊंगा करके ऐसा सोचकर कोई भला कार्य कर रहा है, तो इससे बड़ा मूर्खता और कुछ भी नहीं है। കർത്താവായ യേശു ക്രിസ്തു അല്ലാത്തൊരു വഴിയില്ല. क्योंकि प्रभु यीशु मसीह के अलावा और कोई मार्ग नहीं है। അവിടുന്ന് കാണിച്ച മാതൃകയാണ് നാം പിൻപറ്റുന്നത്. उन्होंने हमें दिया हुआ जो नमूना, एक आदर्श है, उसी आदर्श में हमें चलना है। നമുക്ക് ഇന്ന് ആ ഒരു മാതൃക പ്രകാരം ജീവിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് നാം പരിശോധിക്കുക. आज हमें उस आदर्श के अनुसार हम जी पा रहे हैं क्या नहीं, ये बात हमें देखना है। നമ്മൾ രക്ഷിക്കപ്പെട്ട നമ്മള് കർത്താവിൽ വസിക്കുന്നു എന്ന് നമ്മൾ അവകാശപ്പെടുമ്പോൾ हम लोग उद्धार पाए हुए लोग हम मसीह में जी रहे करके ये जब हम हक जताते समय में ഒരു കാര്യം ശ്രദ്ധിക്കുക. एक बात हमें ध्यान देना है। 1 യോഹന്നാൻ 2:6 पहला यूहन्ना 2:6 में हम पढ़ते हैं, 1 जॉन 2:6। അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. 2:6 पढ़ेंगे। जो कोई यह कहता है कि मैं उसमें बना रहता हूँ, उसे चाहिए कि आप भी वैसा ही चले जैसा वह चलता था। എത്ര ഗഹനമായ ഒരു വചനം! कितना गहरा वचन है ये। നമ്മൾ വാസ്തവമായും കർത്താവ് കാണിച്ച ആ കാൽച്ചുവടുകളെ പിൻപറ്റുന്നുവെന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാൻ കഴിയുമോ? इसके लिए हमें प्रभु ने हमें जो दिया हुआ आदर्श के अनुसार उनके पथ चिन्हों में चलने के लिए हो पाएगा क्या हमें? അപ്പോൾ നമ്മൾ ഇന്ന് കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരാണ്. क्योंकि आज हम लोग प्रभु के लिए अलग किए हुए लोग हैं, അല്ലെ? നമ്മളാരും കർത്താവിനെ തിരഞ്ഞെടുത്തല്ലോ. क्योंकि हम लोगों ने किसी ने परमेश्वर को चुना नहीं, കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തു. प्रभु ने हमें चुना। അത് നമ്മൾ യോഹന്നാൻ 15:16
വായിക്കുന്നത്. वो यूहन्ना 15:16 में हम पढ़ते हैं. അതുപോലെ തന്നെ ഒരു വാക്യമാണ് സങ്കീർത്തനം 4:3 നമ്മൾ വായിക്കുന്നത്. वही हम लोग भजन संगीता 4:3 Psalm chapter 4:3 में भी हम पढ़ते हैं. യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്ന് അറിയുവേൻ. हाँ 4:3 पढ़ेंगे. यह जान रखो कि यहोवा ने भक्तों को अपने लिए अलग रखा है. हाँ अपने लिए अलग करके रखा है. മക്കളെ, നമ്മളെ ദൈവം തനിക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുകയാണ്. क्योंकि प्रभु ने अपने लिए अपने लोगों को अलग करके रखा है. ഒരു രീതിയിൽ പറഞ്ഞാൽ നമുക്ക് ഇതിനേക്കാൾ ആഴമായ ഒരു അറിവ് വേണം. मतलब एक बात रीति से कहा जाए तो हमें इस रीति का गहरा अर्थ बातों को हमें जानना चाहिए. എന്താണ് അറിയേണ്ടത്? हमें क्या जानना चाहिए? ഈ പുതിയ നിയമസഭയിൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട നാം ഓരോരുത്തരും കർത്താവിന് വേണ്ടി വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണെന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ ഉണ്ട്. हम लोग नए नियम में जीने वाले जो मसीह के लोग, मसीह के लिए अलग करके बुलाए हुए, अलग किए हुए लोग, हमें इस तरह मसीह के लिए जीना चाहिए. ഇങ്ങനെ വേർതിരിക്കപ്പെട്ട നമ്മള് കർത്താവിന് വേണ്ടി വിലയ്ക്ക് सॉरी हम लोग जो मसीह के लिए बुलाकर अलग किए हुए लोग, हम लोग एक बात समझना, मसीह ने मूल दाम देकर खरीदे हुए लोग हैं. അതും കൂടെ അറിയണം. ये बात भी जानना है, इसके साथ जानना है. അത് നമ്മൾ സമ്മതിക്കണം. ये बात भी हमें मानना चाहिए कि प्रभु ने हमें मूल दाम देकर खरीदा है. നമ്മള് 1 കൊരിന്ത്യർ 6:19-20 വാക്യം, पहला कोरिन्थी 6:19 और 20 में हम पढ़ते हैं. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങൾ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ കാന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ഒരു വലിയ ചോദ്യം. പറയാണ്, ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും. 6:19 और 20 पढ़ेंगे. क्या तुम नहीं जानते कि तुम्हारे देह पवित्र आत्मा का मंदिर है जो तुम में बसा हुआ है और तुम्हें परमेश्वर की ओर से मिला है और तुम अपने नहीं हो? क्या तुम क्योंकि तुम दाम देकर मोल ले गए हो. इसलिए अपनी देह के द्वारा परमेश्वर की महिमा करो. അപ്പോൾ ഞാനിവിടെ ഒരു കാര്യം പ്രത്യേകം എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്, यहाँ पर एक बात मैं उठाकर कहना चाहता हूँ. നമ്മൾ കർത്താവിനുള്ളവരാണ്. हम लोग प्रभु के लिए है. ഈ ജീവിതം കർത്താവിനെ മഹത്വപ്പെടുത്താനുള്ളതാണ്. ये जीवन हमें जो मिला है प्रभु को महिमा करने के लिए है. നാം ചെയ്യേണ്ടതെല്ലാം സ്നേഹത്തിൽ ചെയ്യണം. हम जो भी करते हैं प्रेम में करना है. എന്നാൽ ഇന്ന് നമുക്ക് കർത്താവുമായിട്ടുള്ള ബന്ധം എങ്ങനെയുണ്ട്? लेकिन आज हमारे प्रभु के साथ हमारा रिश्ता कैसा है? ഞാൻ 1-2 കാര്യങ്ങൾ പറഞ്ഞ് വേഗം അവസാനിപ്പിക്കാം. एक दो बात बोलकर मैं खत्म करना चाहता हूँ. 2 കൊരിന്ത്യർ 11:3 പൗലോസ്ലീഹ പറയുന്ന ഭയാനകമായ ഒരു മുന്നറിയിപ്പുണ്ട്. दूसरा कोरिन्थी 11:3 में वहां पर प्रेरित पौलुस एक बहुत बड़ा चेतावनी हमें देता है. എന്നാൽ സർപ്പം ഹവ്വായ ഉപായത്താൽ ചതിച്ച പോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഭയപ്പെടുന്നു. 11:3 पढ़ेंगे. परंतु मैं डरता हूँ कि जैसे सांप ने अपनी चतुराई से हवा को बहकाया, वैसे ही तुम्हारे मन उस सीधाई और पवित्रता से जो मसीह के साथ होनी चाहिए कहीं भ्रष्ट न की जाए. അപ്പോൾ നമുക്ക് കർത്താവിനോട് വേണ്ടതായിരിക്കുന്ന ആ ഒരു വലിയ ആഴമായ ബന്ധം, ഏകാഗ്രമായ ബന്ധം, ആ ബന്ധം ഇന്ന് നമുക്ക് എങ്ങനെയുണ്ട്? तो इसके लिए आज हमें बस प्रभु के साथ हमारा एकमात्र रिश्ता या एक समान रिश्ता है, वो जो गहरा रिश्ता है, जो हमें उसका मन में ही बना रहने का वो रिश्ता किस रीति से है? നമുക്ക് നിരന്തരം ആ കർത്താവുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ ആഴമായി നിൽക്കാൻ കഴിയുന്നുണ്ടോ? क्या हमें निरंतर प्रभु का उस गहरा रिश्ते में बना रहने के लिए हो पा रहा है क्या? നമ്മളിൽ യഥാർത്ഥത്തിൽ ദൈവം പ്രസാദിക്കുന്നുണ്ടോ? क्या वास्तव में प्रभु हमसे प्रसन्न है क्या? കർത്താവിന്റെ ആലോചന കേൾക്കൊണ്ടിരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? प्रभु का वचनों को हमें सुनने के लिए हो पा रहा है क्या? കർത്താവിന്റെ കൂട്ടായ്മയിൽ വസിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? प्रभु का संगति और सहभागिता में बने रहने के लिए हो पा रहा है क्या? ഇതിനേക്കാൾ ഇന്ന് ഞാൻ കർത്താവുമായിട്ടുള്ള ആഴമായ ബന്ധത്തിലാണ് നമുക്ക് പറയാൻ കഴിയുമോ? कल से भी ज्यादा आज में और अधिक प्रभु के गहराई का रिश्ता में आ चुका हूँ, ऐसा मैं कहने होता है क्या? കാരണം ഈ അന്ത്യകാലത്ത് പല നിലകളിലും നമ്മൾ വഞ്ചിക്കപ്പെടാം. क्योंकि अंत समय में हम लोग अलग अलग तरीकों से हम लोग धोखा खा सकते हैं. അത് അറിവില്ലാത്തതുകൊണ്ട് മാത്രമായിരിക്കണമെന്നില്ല. और जरूरी नहीं है कि अज्ञानता की वजह से ही होगा, ऐसा नहीं है. അറിവുള്ളവർ തെറ്റിപ്പോ जो जानते हैं वो लोग भी भटक सकते हैं. അതിനൊരു നല്ല ഉദാഹരണമാണ് ശലോമോൻ. उसका एक अच्छा एक उदाहरण है सोलोमन. ശലോമോൻ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു? सोलोमन के जीवन में क्या हो गया? താൻ ദൈവത്തെ പ്രസാദിപ്പിച്ചവനാ. वो प्रभु को प्रसन्न कर जीने वाला एक व्यक्ति था. ദൈവത്തിൽ നിന്നും താൻ അറിവ് ജ്ഞാനം കൂടുതൽ പ്രാപിച്ചവനാ. और प्रभु की ओर से परमेश्वर के बारे में ज्ञान वो प्राप्त किया था. ചുരുങ്ങിയത് 3 പുസ്തകങ്ങളെങ്കിലും ഈ ബൈബിളിൽ ഉള്ളത് താൻ എഴുതിയതാ. और बाइबल में कम से कम 3 पुस्तकें उसने लिखा है. ഇതെല്ലാമായിട്ടും ये सब होने के बाद भी താൻ തെറ്റിപ്പോയില്ലേ? वो भटक गया ना, गिर गया ना. തെറ്റിപ്പോയ പ്രിയമുള്ളവരെ, गिर गया क्या वो? ദൈവത്തെ പ്രസാദിപ്പിച്ച വ്യക്തിയല്ലേ? प्रभु को प्रसन्न करके जीने वाला व्यक्ति था ना. അപ്പോൾ ഈ മുന്നറിയിപ്പ് നമുക്ക് വളരെ നമ്മൾ ഗൗരവമായി കാണും. इसलिए ये सब बातों का चेतावनी को हमें बहुत ही मूल्यवान समझकर हमें उसको गहराई में लेना
लेना है। ഞാൻ ഒരുപാടൊന്നും വായിപ്പിക്കുന്നില്ല. ശലോമോനെ കുറിച്ച് ഒരു വാക്യം മാത്രം, 1 രാജാവ് 11:4. मैं सोलोमन के बारे में ज्यादा नहीं पढ़ा था, लेकिन पहला राजा 11:4 में हम पढ़ते हैं, 1 Kings 11:4 में। എങ്ങനെയെന്നാൽ ശലോമോൻ വയോധികനായപ്പോൾ ഭാര്യമാർ അവൻ്റെ ഹൃദയത്തെ അന്യദേവന്മാരിലേക്ക് വശീകരിച്ചു. അവൻ്റെ ഹൃദയം അവൻ്റെ അപ്പനായ ദാവീദിന്റെ ഹൃദയം പോലെ തൻ്റെ ദൈവമായ യഹോവയെങ്കിൽ ഏകാഗ്രമായിരുന്നില്ല. കണ്ടോ, ഏകാഗ്രമായിരുന്നില്ല എന്ന് പറഞ്ഞു. पढ़ेंगे 11:4। अतः जब सुलेमान बूढ़ा हुआ तब उसकी स्त्रियों ने उसका मन पराये देवतों की ओर बहका दिया और उसका मन अपने पिता दाऊद के समान अपने परमेश्वर यहोवा पर पूरी रीति से लगा न रहा। അപ്പോൾ ഇവിടെ പൗലോസിനെ അതാ പേടിച്ചത്. इधर पौलुस भी यही बात को डर गया। ഇവിടെ ഏതെങ്കിലും രീതിയിൽ നമ്മൾ എങ്ങോട്ടെങ്കിലും ചെരിഞ്ഞു പോകുന്നുണ്ടോ, വളഞ്ഞു പോകുന്നുണ്ടോ, സത്യപാത വിട്ടുപോകുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. इसलिए पौलुस भी जिस तरह डरा कि वो डरा कि क्या विश्वासी लोग कोई टेढ़ा रास्ते में जा रहे हैं क्या, कोई रास्ते से भटक गया है क्या, कोई गिर गया है क्या, ये बात को संभालता है, ये बात हमें भी संभालना है। ഏതൊരു വ്യക്തിയും പ്രത്യേകിച്ചും എങ്ങനെയും വഞ്ചിക്കപ്പെടാനുള്ള സാധ്യത ധാരാളമുണ്ട്. क्योंकि कोई भी विश्वासी किसी भी तरीके से धोखा खा सकता है। നമുക്കറിയാലോ, പൗലോസിനോട് കൂടെ യാത്ര ചെയ്ത് അനേകം നല്ല കാര്യങ്ങൾ കേട്ട് പഠിച്ചൊരു വ്യക്തിയാ പിന്നെ ദേമാസ്. हम जानते हैं पौलुस के साथ सहकर्मियों का साथ चलने वाला एक प्रभु का दास था देमास। നമ്മള് 2 തിമോത്തി 4:10 വായിക്കുന്നുണ്ട്, ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി എന്ന് പറഞ്ഞാല് താൻ ലോകസ്നേഹിയായി മാറി. ദൈവത്തെ സ്നേഹിച്ചുകൊണ്ടിരുന്നവൻ ലോകസ്നേഹിയായി മാറി. दूसरा तिमोथी 4:10 में हम पढ़ते समय में पढ़ेंगे, दूसरा 2 तिमोथी 4:10। क्योंकि देमास ने इस संसार को प्रिय जानकर मुझे छोड़ दिया है। हाँ देखो, मुझे छोड़कर वो चला गया, मतलब संसार को प्रिय जानकर वो छोड़कर चला गया। ഞാനൊരു കാര്യം നിങ്ങൾ ഓർപ്പിക്കട്ടെ. इसलिए एक बात याद दिलाना चाहता हूँ, നമുക്ക് അന്ത്യം വരെയും കർത്താവിനുള്ള സ്നേഹത്തെ നമ്മൾ വസിക്കണം. हमें अंत तक प्रभु का उस प्रेम में बना रहना है। യൂദ പറഞ്ഞ ആ വാക്യം കൂടെ ഓർപ്പിച്ചാൽ നിർത്തിയേക്കാം. यूदा का वाक्य वो भी पढ़कर मैं खत्म करता हूँ। 21ാമത്തെ വാക്യം, उसका 21वां वाक्य में जूड 21। പിന്നെ ദൈവ സ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവീൻ. और अपने आप को परमेश्वर के प्रेम में बनाए रखो। അപ്പോൾ നമ്മൾ ഇതുവരെ കർത്താവ് വന്നില്ല, अभी तक प्रभु आया नहीं, എന്നാൽ കർത്താവ് വരുമ്പോഴും लेकिन प्रभु आने तक അവിടെ ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നുകൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവീൻ. 21वां वाक्य पूरा पढ़ेंगे। अपने आप को परमेश्वर के प्रेम में बनाए रखो और अनंत जीवन के लिए हमारे प्रभु यीशु मसीह की दया की बाट जोते रहो। അപ്പോൾ അല്ലെങ്കിൽ അവിടുത്തെ സ്നേഹത്തിൽ നിരന്തരം നമുക്ക് ആയിരിക്കാൻ കഴിയും. आओ हम लोग प्रभु के उस अनंत प्रेम में सदा हम लोग निरंतर बने रहे। നാം ഒരിക്കലും പുറകോട്ട് പോകല്ലേ. हम लोग कभी दोबारा पीछे ना जाए। എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. मेरा धर्मी जन विश्वास से जीता है। പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിന് അവനോട് പ്രസാദമില്ല. अगर पीछे हट गया तो मेरा मन उसमें प्रसन्न नहीं। നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല. लेकिन हम लोग नाश होने के लिए पीछे होने वाले लोगों में से नहीं है। വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്ന കൂട്ടത്തിലെ विश्वास करके जीवन का उद्धार के लिए बढ़ रहे हैं। എത്ര അനുഗ്രഹിക്കേണ്ട കാര്യമാണ്. कितना आशीषित वचन है वो। ഞാൻ അവസാനം പറഞ്ഞത് എബ്രായർ 10:38-39 मैं अभी जो पढ़ा हुआ वाक्य इब्रानियों का पुस्तक 10 का 38-39 में है। നിങ്ങൾക്കതൊക്കെ അറിയാം. आप लोग ये वाक्य जानते हैं, എടുത്ത് പറഞ്ഞിരുന്നേ ഉള്ളൂ. इसलिए बस उठाकर बोला नहीं। പ്രിയമുള്ളവരെ, നാം ഒരു കാരണവശാലും നമ്മൾ എടുത്തു വെച്ച ചുവടുകൾ പുറകോട്ട് പോകാൻ. इसके लिए प्रिय, हम लोग का कोई भी कारण हो, हम लोगों ने जो कदम आगे बढ़ाया है उसको पीछे ना करें। അപ്പോൾ നാം എന്തുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കണം? तो हमें क्यों प्रभु से प्रेम करना है? അവിടെ നമ്മുടെ കർത്താവാകിയാൽ നാം സ്നേഹിക്കണം. वो हमारा प्रभु है इसलिए हमें प्रेम करना है। അവിടെ നമ്മളെ സ്നേഹിച്ചതിനാൽ നാം അവിടുത്തെ സ്നേഹിക്കണം. वो हमसे प्रेम किया इसलिए हमें प्रेम करना है। ഈ ലോകത്തിൽ നമുക്ക് കൃപ ആവശ്യമാണ്. ഈ കൃപ നമുക്ക് ലഭിക്കണമെങ്കിൽ ദൈവ സ്നേഹത്തിൽ നിൽക്കണം, അക്ഷയമായ സ്നേഹത്തിൽ നിൽക്കണം. അതുകൊണ്ട് നാം സ്നേഹിക്കണം. इसीलिए ये दुनिया में जीते समय प्रभु का अनुग्रह का जरूरत है। उस अनुग्रह में अगर हमें बढ़ना है तो उनसे सच्चा प्रेम करना जरूरी है। നാലാമത്, നമ്മുടെ കർത്താവ് വേഗം വരുന്നു, അതുകൊണ്ട് നാം അവനെ സ്നേഹിക്കണം. और चौथा बात हम देखते हैं कि हमारा प्रभु जल्दी आने वाला है, इसके लिए हमें प्रेम करना है। പ്രൈസ് ദി ലോർഡ്. प्रेज द लॉर्ड। എത്ര അനുഗ്രഹീതമാണ് ക്രിസ്തീയ ജീവിതം. कितना आशीषित बात है मसीह जीवन। നമ്മള് പരസ്പരം സ്നേഹിച്ച് കർത്താവിനുള്ള സ്നേഹത്തിൽ വർദ്ധിച്ച് ഓരോ നിമിഷവും ആ കർത്താവിന്റെ വരവിന് വേണ്ടി പ്രത്യാശ കാത്തിരിക്കും. इसके लिए हम लोग आओ एक दूसरे में, हम लोग मसीह में हम लोग बने रहकर निर्भर करते हुए और आपस में प्रेम रखते हुए मसीह का आगमन के लिए हम लोग तैयार रहे। എനിക്ക് ഒരുപാട് കാര്യമുണ്ടെങ്കിലും ഞാൻ ഈ വിഷയം ഇവിടെ ഇന്ന് അവസാനിപ്പിക്കുക. मुझे कहने के लिए तो बहुत कुछ है, लेकिन ये विषय को मैं इधर ही खत्म करता हूँ। നാളെ ഒരു പുതിയ വിഷയമായിട്ട് കർത്താവിന്റെ വരവ് താമസിച്ചാൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. हाँ, अगर प्रभु का इच्छा हो तो कल का दिन मिला तो एक नया विषय लेकर बात करना चाहता हूँ। കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. प्रभु का अनुग्रह हम सब में बने रहे കർത്താവിന്റെ കൃപ എല്ലാവരും. और प्रभु सबको आशीष करे और प्रभु का अनुग्रह हम सब में बना रहे। आमीन। आमीन।